മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തില് നമ്മളൊരു പ്രത്യേക വാക്ക് കാണുന്നുണ്ട്. In the Gospel of Matthew, chapter 11, we see a special word. അതിന്റെ 29-ാമത്തെ വാക്യത്തില് കർത്താവ് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. In verse 29, our Lord says, "Take my yoke upon you and learn from me, for I am gentle and humble in heart." എന്നോട് പഠിപ്പി. Learn from me. കർത്താവ് നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചതുപോലെ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി നമ്മളെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകുക, അങ്ങനെ ഒരു കാര്യം മാത്രമല്ല കർത്താവിന്റെ ഈ ലോകത്തിലെ വരവില് ലക്ഷ്യമാക്കിയിരുന്നത്. It is not that the Lord wants to give us many blessings and take us to heaven. That was not the only purpose why Lord came on this earth. അതേസമയം തന്നെ ഈ ലോകത്തില് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനൊരു മാതൃകയാകണം തൻ്റെ ജീവിതം എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് മുന്നോടിയായി പോയവനാണ് നമ്മുടെ കർത്താവ്. It was with this purpose that the Lord came, to give us an example, to be a forerunner before us, to show us how to live on this earth. നമുക്ക് മുന്നോടി എന്ന് പറയുമ്പോൾ നമുക്ക് കർത്താവിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. When we say the Lord as a forerunner, there are a lot of things we need to learn from the Lord. കർത്താവ് അതുകൊണ്ട് ഇവിടെ പറയുന്നു, നിങ്ങൾ എന്നിൽ നിന്ന് പഠിപ്പി, ലേൺ ഫ്രം മീ. Therefore the Lord says to us here in this verse, learn from me. നമ്മുടെ ജീവിതം വീടുകളിൽ നമ്മൾ ജീവിക്കുന്ന ജീവിതമാണ് സത്യത്തില് നമ്മുടെ ജീവിതത്തിലെ ഭൂരിപക്ഷ സമയവും നമ്മൾ വീടുകളിലാണ് ചെലവഴിക്കുന്നത്. The majority of our life we spend in our home. വീട്ടിലെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുമ്പോൾ അവിടെയും നമുക്ക് യേശുവിൽ നിന്ന് പഠിക്കാനായിട്ട് കഴിയും. We also can learn from Jesus when we live with our wife and children at our home. വീട്ടിലെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒത്ത് ജീവിക്കുമ്പോൾ അവിടെയും യേശുവിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും, അതെങ്ങനെയാ കഴിയുന്നത്? കാര്യം യേശു ഒരു അവിവാഹിതനായിരുന്നല്ലോ. When we say that we have to learn from Jesus at our home also, in a relationship with our wife and children, we may think, how can we learn that? Because Jesus was not married. യേശു വിവാഹിതനായിരുന്നില്ല, അത് ശരിയാണ്. Jesus was not married, that is right. പക്ഷെ യേശു തന്റെ ജീവിതത്തിൽ കാണിച്ച ചില മൂല്യങ്ങൾ നമുക്കതൊരു വിജയകരമായിട്ടുള്ള ഒരു വീട്ടിലുള്ള ജീവിതത്തിന്, ഭാര്യാഭർത്തൃ ബന്ധത്തിന്, കുഞ്ഞുങ്ങളുമൊത്തുള്ള ഒരു ജീവിതത്തിന് അത് വളരെ സഹായകമാണ്. But some values which Jesus taught us through his life, it will be very useful in our life, in our relationship with our wife and children at home. വിയറ്റ്നാമില് 13 വർഷം തടവറയിലായിരുന്ന ഒരു ദൈവദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വിയറ്റ്നാം. I have heard of a godly man who was in prison at Vietnam for around 13 years. കർത്താവിന് വേണ്ടി തടവറയിൽ 13 വർഷം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പേര് വാൻ ത്വാൻ എന്നാണ്. His name was Ban Tran. ഇദ്ദേഹം അവിടെ തടവറയിൽ കഴിഞ്ഞതിന് ശേഷം താനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. During his stay in the prison, he wrote a book about Lord Jesus Christ. അതിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന യേശുവിന്റെ പല പ്രത്യേകതകൾ എടുത്താ പറയുന്നത്. And in that book, he is taking and projecting out some qualities of Lord Jesus. പക്ഷെ അതൊരു പ്രത്യേക തരത്തിൽ അദ്ദേഹം അത് പ്രസന്റ് ചെയ്യുന്നു. But he is presenting it in a different way. അദ്ദേഹം പറയുന്നു, യേശുവിന്റെ ജീവിതത്തിലെ കുറവുകളാണ് യേശുവിനെ സ്നേഹിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്ന് പറയുന്നു. He said that it is the lackness which he finds in the Lord Jesus' life which helps him to love Jesus. ആ പ്രസ്താവന തന്നെ നമ്മളെ ചിലപ്പോൾ ഒന്ന് ചൊടിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യും. When we hear this, we may get angry that what is there lackness in the life of Jesus Christ? അതായത് യേശുവിന്റെ ജീവിതത്തിൽ കുറവോ, യേശുവിന്റെ ജീവിതത്തിൽ പരിമിതിയോ, എന്താ ഈ ഇദ്ദേഹം പറയുന്നത്? What is this person speaking? Was there any limitations in the life of Jesus? പക്ഷെ അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. യേശുവിന്റെ ജീവിതത്തിൽ ചില കുറവുകൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. But that person is explaining in his book, yes, there was some limitations or imperfectness in the life of Jesus. അത് നിങ്ങൾ അത് ശ്രദ്ധിക്കണമേ. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഈ ലോകപ്രകാരം ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളൊന്നും യേശുവിൽ ഇല്ലായിരുന്നു. അതായിരുന്നു യേശുവിന്റെ കുറവുകൾ. He was mentioning that considering a worldly person, there was something which was lacking in the life of Jesus. That was he specifying. ഈ ലോകത്തിനൊരു മൂല്യമുണ്ട്. There is a value system in this world. ഈ ലോകത്തിന്റെ മൂല്യം അനുസരിച്ച് ഇവിടെ
വിജയിക്കുന്ന ആളാണ്, അതാണ് ഒരു മാതൃകയായിട്ട് ലോകം കാണുന്നത്. In this world which we live, one person who is a victorious one, the world considers him to be a person of great values. അതേസമയം യേശുവിന്റെ ജീവിതം ലോകത്തിന്റെ ദൃഷ്ടി നോക്കിയാൽ ഇത്രയും പരാജയപ്പെട്ട ഒരു ജീവിതം ഉണ്ടോ? But when we look through the eyes of the world, one of the wasted life was the life of Lord Jesus. ഇവൻ ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ടു, താന് ഒരു സ്വർഗരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ സൃഷ്ടിയിലാണെന്ന് പറഞ്ഞു, ഞാൻ ആളുകളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇതെല്ലാമായിരുന്നു ഈ നസ്രായന്റെ അവകാശവാദങ്ങൾ. What Jesus was claiming was he was the Son of God. He came to establish the kingdom and he came to shepherd his sheep. All these things he were claiming. അവസാനം എന്ത് സംഭവിച്ചു? ഒരു കുറ്റവാളിയെ പോലെ ക്രൂശില് നഗ്നനായിട്ട് മരിച്ച് വിലപിച്ച് താന് ഒന്നുമല്ലാതായി തീർന്നു. At the end, what happened? He was stripped and he was nailed to the cross and he was nothing in the front of the world. ഇതുപോലെ പരാജയപ്പെട്ട ഒരു മനുഷ്യനുണ്ടോ? ലോകത്തിന്റെ ദൃഷ്ടിയിൽ യേശു പരാജയപ്പെട്ട ഒരാളാണ്. And is there any man who has been so much defeated in the life when we look to the eyes of the world? അപ്പോ ആ ഒരു കാഴ്ചപ്പാടിലാണ് വാഴ്ത്തുവാൻ പറയുന്നത്, യേശുവിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു, ചില കുറവുകൾ ഉണ്ടായിരുന്നു. ലോകത്തിലെ ജയാളിയായ ഒരാളിൽ നിന്ന് മാറി നിൽക്കത്തക്കവണ്ണം ചില കുറവുകൾ തനിക്കുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. It is with this meaning that person wrote that these are the qualities lacking in Jesus' life. എന്നിട്ട് അദ്ദേഹം പറയുന്നു, യേശുവിന്റെ ഈ കുറവുകൾ തന്നെയാണ് എന്നെ യേശുവിനെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നത്. And he is mentioned in his book that these qualities which were lacking in Jesus, that made me love Jesus all the more. അദ്ദേഹം എന്നിട്ട് നമുക്ക് വളരെ പരിചിതമായ യേശുവിന്റെ ചില പ്രത്യേകതകൾ എടുത്ത് തന്റെ കുറവുകളായിട്ട് പറഞ്ഞുകൊണ്ട് ആ കുറവുകൾ യേശുവിനെ സ്നേഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തലത്തിൽ അതിനെ പ്രസന്റ് ചെയ്യുകയാണ് ആ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നത്. And he is taking some specific qualities in the life of Jesus which he felt which was lacking in the eyes of the world and he is presenting it to us. ഒന്നാമത് അദ്ദേഹം പറയുന്നത് യേശുവിന് കണക്കറിഞ്ഞൂടായിരുന്നു എന്നാണ്. Firstly, he mentions that the Lord doesn't know how to calculate. കണക്കറിഞ്ഞൂടായിരുന്നു, കേവലം അക്കങ്ങൾ കൂട്ടുന്നതല്ല, കണക്കറിഞ്ഞൂടാത്ത ഒരു പുള്ളിക്കാരനായിരുന്നു ഇദ്ദേഹം. He did not know how to, the mathematics, he didn't know it. എന്ന് പറഞ്ഞാൽ 99 ആട് കയ്യിലുണ്ട്, ഒരാട് വഴി തെറ്റിപ്പോയാൽ 99 വിട്ടേച്ച് ഒന്നിന്റെ പുറകിൽ പോകുന്ന ആളിനെ കണക്കറിയാമോ? Because there are 100 sheep and if one is lost and he is going behind that person, such a man, does he know how to manipulate? അതുപോലെ രാവിലെ 9 മണിക്ക് ഒരാളെ ജോലിക്ക് നിർത്തി, വൈകിട്ട് 5 മണിക്കും ഒരാളെ ജോലിക്ക് നിർത്തി, രണ്ടുപേർക്കും ഒരേ അവസാനം തുകയാണ് കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് കണക്കറിയാമോ? Similarly, in the morning he hired a man at 9 o'clock and the evening 5 o'clock also he hired a man, and if he gives the same wages to both the persons, what kind of a person he is? ഒരിക്കല് ചിലർ ചോദിച്ചു, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമാണോ എന്ന് ചോദിച്ചു. And once a person asked to Lord Jesus, is it right to give tax to Caesar? അപ്പോ കൈസർക്കുള്ള കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക എന്നുള്ള ഒരു സാധനപാഠമാണ് ആളുകളുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ടതെന്ന് യേശുവിന് ചിന്തയുണ്ട്. And there was a thought came to the mind of Lord Jesus that this lesson should be taught to the people to give what is needed, what is required for Caesar to Caesar and what is needed for the Lord. പക്ഷെ അത് തനിക്കൊന്ന് പ്രായോഗികമായിട്ട് കാണിക്കാൻ ഒരു നാട്ടിലെ ഒരു നാണയം വേണം. And to show them practically he needed a coin. ആ നാണയത്തിൽ കൈസറുടെ തല അതില് മുദ്രണം ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചിട്ട് കൈസർക്കുള്ള കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കണം എന്ന് യേശുവിനൊന്ന് പറയണം. And he demonstrated by showing the coin in which the face of Caesar was engraved. അപ്പോ അതിനൊരു നാണയം വേണം. നാണയം എടുക്കാനായിട്ട് പോക്കറ്റിലൊക്കെ കൈയിട്ടപ്പോ ഒരു നാണയം കയ്യില്ല. And he needed to demonstrate it to the people and he needed a coin for that, and he searched in his pocket and he didn't find the coin. അപ്പോ അതുകൊണ്ട് കാഴ്ചക്കാരോട് അല്ലെങ്കിൽ തന്റെ സദസ്യരോട് പറഞ്ഞു, ആരെങ്കിലും ഒരു വെള്ളിക്കാശ് കാണിപ്പി എന്ന് പറഞ്ഞു. And therefore the people who were around him, he asked to one of them, can anyone give me a coin? അവര് പിന്നെ ആരാണ്ട് ഒരു വെള്ളിക്കാശ് കാണിച്ചു. അപ്പൊ അതെടുത്ത് ഒരു പ്രസംഗം എല്ലാം നടത്തിയിട്ട് അത് തിരിച്ചു കൊടുത്തു. And therefore he took that coin and just preached a sermon and gave the coin back to them. അപ്പൊ ഇദ്ദേഹത്തിന് കണക്ക് പറഞ്ഞുകൂടാ, കാശും കൈ കൊണ്ട് നടക്കാൻ അറിഞ്ഞുകൂടാ. ചുരുക്കത്തിൽ കാശും കയ്യിലില്ല, കണക്ക് പറഞ്ഞുകൂടാത്ത ഒരു ആള് ലോകത്തിന്റെ ദൃഷ്ടിയില് കഴിവുള്ള ഒരാളാണോ? കുറവുള്ള ആളല്ലേ? Therefore this person was not having any coins, or he didn't know how to calculate things. And if these qualities we find in a person, is this person worth to live in this world? തീർച്ചയായിട്ടും വാൽദ്വാൻ പറയുന്നു, യേശുവിന് കണക്കറിഞ്ഞുകൂടാ, പക്ഷെ കണക്കറിഞ്ഞുകൂടാത്ത യേശുവിനെയാണ് എനിക്ക് ഇഷ്ടം.
And therefore, this person says, yeah, our Lord does not know how to make calculations or manipulate things. Therefore, I love this person. നമുക്കും സത്യത്തിൽ യേശുവിൻ്റെ ഈ ഒരു ഗുണം, തനിക്ക് ഒത്തിരി കണക്ക് കൂട്ടാൻ അറിഞ്ഞുകൂടാ. കണക്ക് കൂട്ടാൻ അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ വെറും 2 2 4 കൂട്ടുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ജീവിതത്തെ ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ സമീപിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് യേശുവിന് അന്യമായി. When I say max, it's not like addition of 2 and 2 equal to 4, but the life which we live, we all have a calculation how to live in the future. This Lord Jesus didn't know. ഇന്നത്തെ ലോകത്ത് ആളുകളെല്ലാം കണക്കുകൂട്ടലിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. In this present world, we all do things according to some calculations. ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് ഒരു ട്രെയിനിൽ പോരുക. I was traveling to Trivandrum from Kottayam in a train. ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ അവിടെ തിങ്ങി നിറഞ്ഞ ആളാണ്. And there was a lot of people in a general compartment. എൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ഞാൻ അവിടെ ഒരു കമ്പിയിൽ പിടിച്ച് പകുതി കാല് നിലത്തുറപ്പിച്ച് ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ ഒരുവനായിട്ട് ആ കമ്പാർട്ട്മെന്റിൽ നിൽക്കുക. I was struggling with one bag on my one shoulder and I was holding to a pole, just struggling to stand somehow in that compartment. ഞാൻ വിചാരിച്ചു 3-4 പേര് ഇരിക്കാവുന്ന ഒരു സീറ്റ് ആരെങ്കിലും ഒരാളൊന്ന് അല്പം ഒതുങ്ങി തന്നാൽ എനിക്ക് ഒന്ന് ഇരിക്കാമായിരുന്നു, ഒന്ന് അല്പമെങ്കിലും ഒന്ന് ഇരിക്കാമായിരുന്നു. I thought in that seat 3 or 4 persons could sit. If someone could adjust it, I could also have got that seat with them. അപ്പോ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ആ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് എന്നെ തിരിച്ചറിഞ്ഞു. And when I saw that one person among them who was sitting in the seat recognized me. അദ്ദേഹം ചോദിച്ചു, ഇന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഇന്ന ആളല്ലേ എന്ന് എന്നോട് ചോദിച്ചു. And that person asked me, are you into that brother who's working in such an office? അപ്പൊ ഞാൻ വിചാരിച്ചു ഉടനെ ഇപ്പൊ അദ്ദേഹം ഒരു പരിചയക്കാരനാണല്ലോ, ഒരല്പം സ്ഥലം തരുമായിരിക്കും. ഞാൻ വളരെ സന്തോഷത്തോടെ അതെ അതെ എന്നൊക്കെ പറഞ്ഞു. I thought, I felt relieved and I thought, he recognizes me, so he may give me a seat. അതുവരെ അദ്ദേഹം ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എപ്പോഴും ഞെട്ടി ഉണർന്നപ്പോൾ നോക്കിയപ്പോൾ എന്നെ കണ്ടു. അപ്പോഴാണ് ഈ ചോദ്യം ചോദിച്ചത്. Till that time that person was sleeping and immediately somehow he got up and he saw me and asked me this question. ഉടനെ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ പോക്കറ്റിൽ നിന്ന് ഒരു പോക്കറ്റ് ഡയറിയും ഒരു പേനയും എടുത്തു. Immediately when he recognized me, he took a pen and a diary from his pocket. എന്നോട് പറഞ്ഞു, വേറെ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞാട്ടെ. And he asked me, brother, can you please give me your phone number? അപ്പൊ ഞാൻ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. So I gave him my phone number. എന്നാലെങ്കിലും എനിക്ക് ഒരു അല്പ സീറ്റ് കിട്ടുമല്ലോ എന്നായിരുന്നു എന്റെ പ്രതീക്ഷ. But all the thing what was running in my mind was I would get a seat with him. അദ്ദേഹം പറഞ്ഞു, അല്ല ഞാൻ ഫോൺ നമ്പർ കുറിച്ചെടുത്തത് രാത്രിയിലെങ്ങാനും വലിയൊരു മരിക്കുകയോ വല്ലതും ചെയ്തെങ്കിൽ പത്രത്തിൽ കൊടുക്കാൻ പരിചയമുള്ള ഒരാളുടെ നമ്പർ വേണമല്ലോ എന്ന് വെച്ച് ഞാൻ നമ്പർ കുറിച്ചെടുത്തതാണ്. And that person was telling, oh brother, I just got a number because if somebody passed away somewhere, I could just call you and inform to put in the paper. എന്ന് പറഞ്ഞിട്ട് നമ്പർ കുറിച്ചെടുത്തിട്ട് അത് പോക്കറ്റിൽ വെച്ചിട്ട് അദ്ദേഹം പിന്നെയും ഉറക്കം തുടങ്ങി. So he got my number and he started sleeping after putting the diary in his pocket. നോക്കുക, ഒരാളെ കണ്ടാൽ അയാളെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നാണ് ലോകത്തിന്റെ കണക്കുകൂട്ടൽ. How the world sees us is like that. When somebody sees other person, he immediately think, how can we benefit from this person? ആളുകളെ അവരുടെ തനിമയിൽ കാണാനോ സ്നേഹിക്കാനോ ഈ ലോകത്തിന് കഴിയില്ല. The world cannot love a person because of his real qualities which he is living for. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ ആ നിയമം അനുസരിച്ച് കണക്കറിയാവുന്ന ആളായിരുന്നില്ല യേശു. Beloved brethren, according to the eyes of this world, Lord Jesus was not a person who lived according to calculations. യേശുവിന്റെ ഈ കണക്കറിയാത്ത ഈ അവസ്ഥ നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരുന്നാൽ അത് നമ്മുടെ കുടുംബജീവിതത്തെ ഒത്തിരി അനുഗ്രഹമാണ്. If this quality of Lord Jesus, which he used to live without any calculations, if he can bring this quality into our family life, it will be a blessing for us. ഒട്ടും കണക്കുകൂട്ടലില്ലാത്ത ജീവിതമാണ് ഭാര്യാഭർത്തൃ ജീവിതം എന്നാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. We may be thinking that our family life is a life of no calculations at all. എന്നാൽ ഭാര്യാഭർത്തൃ ജീവിതത്തിലും ആളുകള് മനസ്സിൽ ഒരു കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നുണ്ട് എന്ന് ജോൺ ഗ്രേ എന്ന് പറഞ്ഞ് കുടുംബ കാര്യങ്ങളെ കുറിച്ച് കൗൺസിലിംഗ് നടത്തുന്ന ഒരു ദൈവഭക്തൻ എഴുതിയിട്ടുണ്ട്. A person called John P. who is counseling on the family relationship, he has written that every person keeps a book of calculations in his heart, even in the family life. അതായത് ഭർത്താവ് മനസ്സിലൊരു കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നുണ്ട്, ഭാര്യയും മനസ്സിലൊരു കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നുണ്ട്. The husband hides a book of calculation in his heart and the wife also stores a book of calculation in her heart. രണ്ടുപേരുടെയും കണക്ക് പുസ്തകത്തിൽ 2 കോളങ്ങളാണുള്ളത്. In both their books there are 2 columns.
ആദ്യത്തെ കോളം ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ചെയ്തത്. In first column, what all I did for my life partner, it's mentioned. രണ്ടാമത്തെ കോളം ജീവിത പങ്കാളി എനിക്ക് വേണ്ടി ചെയ്തത്. And in the second column, what all my life partner has done for me in our life. അപ്പോ ഭർത്താവ് ചിന്തിക്കുന്നു, ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി അല്ലെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. So the husband thinks, what all things did I do for my family? പോകുന്നു, പണം സമ്പാദിക്കുന്നു, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കണക്ക് പുസ്തകത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതിന് ഒരു മാർക്ക് രേഖപ്പെടുത്തേണ്ടി വന്നാൽ ഞാൻ അവിടെ എത്ര രേഖപ്പെടുത്തേണ്ടത്? വളരെ എളിമയോടെ അദ്ദേഹം 100ന് 100 അദ്ദേഹത്തിന്റെ ആ കോളത്തിൽ രേഖപ്പെടുത്തുക. And this husband writes down all these things like I go for job, I earn my living, I look after my children, I bring vegetables to my home. All these things he note down in this book which is stored in his heart, and he thinks very humbly, if somebody puts some marks for me, I'll be getting 100 of 100. അതേസമയം ആ മറ്റേ കോളം ഉണ്ടല്ലോ, അതും പൂരിപ്പിക്കണമല്ലോ. അദ്ദേഹം നോക്കുന്നു, ജീവിത പങ്കാളി എനിക്ക് വേണ്ടി ചെയ്തത്. At the same time, there is another column what his life partner has done for him. ആ ജീവിത പങ്കാളി അവള് രാവിലെ എണീക്കുന്നു, പിള്ളേരുടെ കാര്യം ഏതാണ്ടൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ എന്നെ പോലെ അങ്ങനെ ഒത്തിരി അധ്വാനിക്കുന്നില്ല. ചുരുക്കത്തിൽ എത്ര ഇപ്പൊ മാർക്ക് കൊടുക്കണ്ടേ? എന്തെങ്കിലും കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു 10 മാർക്ക് കൊടുത്തേക്കാം, 10 മാർക്ക് അവിടെ. And therefore the husband thinks, oh yes, my wife, yeah, she's getting up in the morning and she's looking after the children, but she is not so much struggling like I do in my office, so maybe I can give her a 10 marks. അപ്പൊ ഭർത്താവ് താൻ ചെയ്യുന്നതിന് 100ന് 100 മാർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഭാര്യ ചെയ്യുന്നതിന് 10 മാർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. Therefore the husband gives 100 of 100 marks for his part and gives 10 out of 100 marks for his wife's part. ഭാര്യയും മനസ്സിൽ ഒരു കണക്ക് ബുക്ക് സൂക്ഷിക്കുന്നുണ്ട്. The wife also has a book of accounts in her heart. അവർക്കും അത് പൂരിപ്പിക്കണമല്ലോ. അവരത് പൂരിപ്പിക്കുമ്പോൾ നോക്കുന്നു, ഞാന് കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് ആദ്യത്തെ കോളം. And wife also records down all the things which she does for her family, and she starts writing the column for whatever she has done in her family life. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നു? What all things I am doing for my family. രാവിലെ എഴുന്നേൽക്കണം. അന്നേരം ഭർത്താവ് ഉറക്കമായിരിക്കും. ഞാൻ രാവിലെ എഴുന്നേൽക്കണം, വീട്ടിലെ ഭക്ഷണ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കണം. I have to get up early in the morning. At that time my husband will be sleeping and I have to start cooking the food. കുഞ്ഞുങ്ങളെ അത്യാവശ്യം ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കണം, അവരെ സ്കൂളിൽ കൊണ്ടുവിടണം, അവർ വരുമ്പോഴത്തേക്ക് ഭക്ഷണമാക്കണം, ഇദ്ദേഹം ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് ടിഫിൻ ശരിയാക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. I have to get ready my children, I have to send her to school, and by the time my husband comes back I have to make all things ready. Like this she note down many things in her heart. സത്യത്തിൽ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് അങ്ങനെ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒതുക്കാനൊക്കുന്ന കാര്യമല്ല. And what all things I am doing for my family, I cannot include that in that small circle of marks. എങ്കിലും ഈ ആദ്യത്തെ കോളം പൂരിപ്പിക്കണമല്ലോ. അത് 100 മാർക്ക് അതില് അത്രയും ഇടാം എന്ന് ഭാര്യയും തീരുമാനിക്കുന്നു. താൻ ചെയ്യുന്നതിന് 100 മാർക്ക് ഭാര്യ. But she thinks, so somehow I also have to fill that column in which what all I have done for my family. Therefore I also give for myself 100 out of 100 marks. രണ്ടാമത്തെ കോളവും ഭാര്യ പൂരിപ്പിക്കുന്നുണ്ട്. അവൾ നോക്കുന്നു, എന്റെ ഇണ എനിക്ക് വേണ്ടി ചെയ്തത്. The second column, the wife thinks, what the husband is doing for me. ഉണ്ട്, അദ്ദേഹം രാവിലെ എണ്ണീറ്റ് ഓഫീസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പൈസ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എല്ലാ പുരുഷന്മാരും അതല്ലേ ചെയ്യേണ്ടത്? Yeah, definitely my husband is getting up in the morning, he is going to work and doing lot of things. Yes, definitely all the husbands should do like that. അത് ഭർത്താക്കന്മാരുടെ ജോലിയല്ലേ. അവർ ജോലി ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അതിന് അഭിനന്ദനം വല്ലതും വേണം. That is his duty and we did not congratulate him for all these things. CFCയിലുള്ള ഭർത്താവ് തന്നെയല്ല, ലോകപ്രകാരമുള്ള മനുഷ്യരും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. Not only the husband from CFC, even a worldly husband does all these things. അപ്പൊ എത്ര മാർക്ക് കൊടുക്കാം? ഒരു 8 മാർക്ക് അദ്ദേഹത്തിന് കൊടുക്കാം. So I can give an 8 marks for him. രണ്ടുപേരും കണക്ക് ബുക്കുകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പരസ്പരം കാണുന്നത്. Both of them are storing the book of accounts in their own hearts and living each other. ഈ കണക്കിലാണ് തങ്ങളെയും തങ്ങളുടെ ജീവിത പങ്കാളിയെയും വിലയിരുത്തുന്നത്. And they are considering their husband according to the book of accounts which they maintain in their own hearts. തന്റെ അക്കൗണ്ടിൽ 100 മാർക്കുമുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം താന് തന്റെ ജീവിത പങ്കാളിയിൽ നിന്ന് അത്രയും ബഹുമാനവും സ്നേഹവും പ്രതീക്ഷിക്കുന്നുണ്ട്. According to the marks each person has put in their heart, they expect so much respect from the partner which they are living with. അപ്പൊ 100 മാർക്കിന് തക്കവണ്ണം എന്നെ ബഹുമാനിക്കും, എന്നെ കരുതുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ജീവിത പങ്കാളി 10 മാർക്കിനും 8 മാർക്കിനും കരുതിയാൽ
ഒരു പൊട്ടിത്തെറി ഉണ്ടാകുകയില്ലേ? Therefore, if each of them is expecting that the other person will respect them according to the marks they have put for them, and if they are not receiving what they are expecting, then there will be a blasting in their family. അപ്പോൾ അന്യോന്യമുള്ള ബന്ധത്തിൽ ഓരോ പെരുമാറ്റത്തിലും അവര് തങ്ങൾ പ്രതീക്ഷിക്കുന്നതൊപ്പം ആ കണക്കിനൊപ്പം കാര്യങ്ങൾ വരുന്നില്ലെന്ന് കണ്ട് അവരൊരു ആയുധങ്ങള്, അതായത് വെടിമരുന്ന് സംഭരിക്കുകയാണ് എന്നാണ് ജോൺ ഗ്രേ പറയുന്നത്. This person is telling that when they are not receiving what they are expecting, then it's something like storing up weapons for a fight in their own hearts. അന്നേരം ഒന്നും പറയുകയില്ല, പക്ഷെ നമുക്ക് വേണ്ടതുപോലെ ഒരു പരിഗണന കിട്ടിയില്ലെങ്കിൽ അത് സംബന്ധിച്ച് ഒരു വെടിമരുന്ന് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുക. They may not say at the moment, but when they get an opportunity, they use these weapons which they have stored in their heart. അതിനെ തുടർന്ന് മറ്റൊരു പെരുമാറ്റം വരുമ്പോൾ വീണ്ടും വെടിമരുന്ന് മനസ്സിൽ സൂക്ഷിക്കുക. And another behavior occurs between each other, again they blast out. മറ്റേ ജീവിത പങ്കാളിയും ഇതേപോലെ തന്നെ അവളും അവളുടെ മനസ്സിൽ വെടിമരുന്നുകൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. Similarly, the other person is also storing up all these things in their heart. അങ്ങനെ കുറച്ച് ദിവസം പോകുമ്പോൾ പെട്ടെന്ന് ഒരു തീപ്പൊരി വരും. And as days goes by, slightly a small amount of fire starts falling. തീപ്പൊരി വീണാൽ, ആയുധപ്പുരയ്ക്ക് തീ വീണാൽ എന്താ സംഭവിക്കുക? വലിയൊരു പൊട്ടിത്തെറിയിലേ കാര്യങ്ങൾ അവസാനിക്കുകയുള്ളൂ. When a small amount of fire falls into a house which is stored with weapons, what happens? പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, നമ്മള് ആ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോഴല്ല പ്രശ്നം ആരംഭിച്ചത്. Beloved husband and wives who are sitting here, it is not at that point when the fire falls that actually the problem occurs. നമ്മൾ വിചാരിക്കുന്ന, അതിനുശേഷം വിചാരിക്കുന്നു, അന്നേരം ആ സമയത്ത് ചർച്ചിലെ ബ്രദർമാരും വന്നു, ആ സമയത്താണ് സൂക്ഷം പോലെ ആ വാക്ക് വന്നത്, അന്നേരം ആ പൊട്ടിത്തെറി ഉണ്ടായി. We may think, exactly this happened when that brother came to my house. That was at the right moment. It shouldn't have happened. ആ സിറ്റുവേഷൻ അന്നേരം അങ്ങ് ഒഴിവാക്കാമായിരുന്നു. That could have been avoided in that specific situation. പക്ഷേ അവിടെയല്ല നമ്മൾ സൂക്ഷിക്കേണ്ടത്. But it is not at that time we have to be careful. അതിനു മുമ്പ് പല ദിവസങ്ങളിൽ ഈ വെടിമരുന്ന് ഹൃദയത്തിൽ സൂക്ഷിച്ച ഘട്ടത്തിലായിരുന്നു നമ്മൾ ജാഗ്രത കാട്ടേണ്ടിയിരുന്നത്. We should have been careful when we were storing up all these explosives in our heart prior. അവിടെ അങ്ങനെ ഒരു വെടിമരുന്ന് സൂക്ഷിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത് എന്താണ്? നമ്മുടെ മനസ്സിലുള്ള കണക്ക് പുസ്തകം. What attitude made us store up all these in our heart? എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് ഭർത്താവിനോടും ഭാര്യയോടും കൃത്യമായി ചില കാര്യങ്ങള് ദൈവാത്മാവ് പറയുന്നുണ്ടല്ലോ. The Holy Spirit tells very specific things in the book of Ephesians. 5-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക. Ephesians chapter 5 verse 25 says, Husbands, love your wives just as Christ also loved the church. ഞാൻ പലപ്പോഴും ഈ വാക്യം നോക്കിയിട്ട് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്ന് മാത്രമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. Many a times I have gone through this verse and I have asked, husbands, love your wives. Only this much was there, it would be better. എന്നാൽ അവിടെ അങ്ങനെയല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. But it is not mentioned just like that. അവിടെ ഒരു മാതൃക, ഒരു മാനദണ്ഡം പറഞ്ഞിരിക്കുന്നു. There an example is given. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്നൊരു മാനദണ്ഡം, ഒരു നിലവാരം അവിടെ പറഞ്ഞിരിക്കും. A standard is given just as Christ has loved the church. നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ ക്രിസ്തുവാണ് നമ്മുടെ മാതൃകയെങ്കിൽ, ഭാര്യയെ സ്നേഹിക്കാനുള്ള മാതൃകയെങ്കിൽ എത്ര ഭർത്താക്കന്മാർക്ക് പറയാൻ കഴിയും, ഞാന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? If Lord Jesus' life is the standard as he loved the church, then how many of the husbands sitting over here can say, yes, I'm exactly loving my life, my wife? ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ഉത്തമനായ ഭർത്താവിന് പോലും ഞാൻ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയാണ് ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് എന്ന് അവകാശപ്പെടാൻ ഒക്കുമോ? Even the most perfect husband who is sitting here, can you claim that you are loving your wife just as Christ loved the church? ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര നോക്കിയാലും ക്രിസ്തു സഭയെ സ്നേഹിച്ചതിന്റെ 10,000-ൽ-1 അംശം മാത്രമേ, അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമേ നമുക്ക് നമ്മുടെ ഇണയെ സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ. No, beloved brethren, we are not loving your wives just as Christ loved the church. നിങ്ങൾ ചിലപ്പോ ഭാര്യയ്ക്ക് വേണ്ടി ഏറ്റവും പുതിയ സാരിയോ ചൂരിദാറോ വാങ്ങിച്ച് കേക്കോ ഒക്കെ വാങ്ങിച്ച്, എന്നാ അവർക്ക് സന്തോഷം, ഇന്ന കാര്യം കൂടെ വാങ്ങാം, അതുകൂടെ വാങ്ങിച്ച് ഇനി ഒരു കുഴപ്പം വരണ്ട എന്ന് വിചാരിച്ച് പണ്ടെന്നോ പറഞ്ഞ മറ്റൊരു കാര്യവും കൂടെ വാങ്ങിച്ച് എല്ലാം കൂടെ റെഡിയാക്കി ചെല്ലുന്ന ഒരു രംഗം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. Just imagine in your mind that husbands, that you are buying many things for your wife, some sari, churidar, all these things, and you are recollecting from your mind that I will bring whatever what she has asked for and give it to her to make her happy. അതുപോലെ ഭാര്യമാരെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം
അത് മാത്രം മതിയായിരുന്നു, പക്ഷെ അതിന്റെ കൂടെ ഒരു പായസം കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, അതും ചെയ്തു. എന്നാ മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മൂന്നാമത് ഒരു കാര്യം ക്രമീകരിച്ച് എല്ലാം അങ്ങനെ ചെയ്ത് അന്യോന്യം നമ്മുടെ ഏറ്റവും നല്ല മുഖം അന്യോന്യം കാണിക്കത്തക്കവണ്ണം റെഡിയായിരുന്നാലും, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ അതിനെ താരതമ്യം ചെയ്താൽ, അയ്യോ കർത്താവേ, ഇത്രയെല്ലാം ചെയ്തിട്ടും നീ സഭയെ സ്നേഹിച്ചതിന്റെ എത്രയോ കാലം താഴെ മാത്രമേ നിൽക്കാൻ കഴിയുന്നുള്ളൂ എന്നൊരു നിലവിളി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. And even though you wives, you prepare the best dish for your husband and do all the things which he like, and if you both of you are prepared like this and living a life like that, even though if you're living like that, when you come to this verse, you can really understand the real situation of yours, and an outcry comes from the bottom of your heart that you are not loving just as Christ loved the church. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ സഭാജീവിതത്തെ സംബന്ധിച്ച് മാത്രമല്ല, കുടുംബജീവിതത്തെ സംബന്ധിച്ചും നമ്മളെ ഉള്ളിൽ ഒരു നിലവിളി സൂക്ഷിക്കാനായിട്ട് കഴിയും. Therefore, similarly, as we heard yesterday, not only considering our church life, in our family life also, there are an outcry to come from the bottom of our heart. നമ്മൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചു, ആ ഒരു മാനദണ്ഡമാണ് നമ്മളെ ഒരു നിലവിളിയിലേക്ക് എപ്പോഴും നിർത്തുന്നത്. And this verse which says like Christ loved the church, this leads to an outcry from the bottom of our hearts. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും 22-ാം വാക്യം പറയുന്നു. Verse 22 says, wives, be subject to your own husbands as to the Lord. കർത്താവിന് എന്ന പോലെ. അതുപോലെ തന്നെ താഴെ വായിക്കുന്നു, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ. ആ ഒരു മാനദണ്ഡം വരുമ്പോഴാണ് ഭാര്യമാർക്കും ദൈവസന്നിധിയിൽ ഒരു നിലവിളി സൂക്ഷിപ്പാനായിട്ട് കഴിയുന്നത്. And the next verse says, Christ, just as for the husband is the head of the wife, and Christ also is the head of the church. Therefore, be subject to your own husbands. If the wives come to this verse, then only the outcry comes from your heart also. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് ദൈവവചനത്തോട് നമ്മളെ തന്നെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ കുറവുള്ളവരായിട്ട് നമ്മളെ കണ്ടെത്തും. Beloved, what I mean to see from all these things is that when we come to the word of God, we find that we are all falling short of the standard of God. ഇവിടെ ഈ വാക്യങ്ങൾ തന്നെ ഒരു ദൈവദാസൻ തന്നെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. I have heard about a godly man who wanted to make these verses in his personal life a reality. പീറ്റർ പൊള്ളാക്ക് എന്ന് പറഞ്ഞ ഒരു ദൈവഭൃത്യനാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. A person called Peter Polla is mentioning about this. അദ്ദേഹം ഈ വചനങ്ങൾ അവര് കുടുംബമായിട്ട് രണ്ടുപേരും വിശ്വാസത്തിലേക്ക് വന്ന ശേഷം ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് ഈ വചനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാനായിട്ട് തീരുമാനിച്ചു. After this person with his family coming to the faith, they really submitted their life and they wanted this to come true in their family life. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോ, ഞാന് ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം. And when he came to this verse, he saw how should I love my wife just exactly as Christ loved the church. ഓക്കെ, അത് മനസ്സിലായി. അപ്പൊ തന്നെ മറുവശം ആ വാക്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. And so he understood that, and immediately he got the other verse also. ഭാര്യ എങ്ങനെ കീഴടങ്ങേണ്ടത്? സഭ ക്രിസ്തുവിന് കീഴടങ്ങുന്നത് പോലെ കീഴടങ്ങണം. Therefore he saw that wife also should be subject to the husband as the church should be subject to Christ. ഇതാണ് പലപ്പോഴും നമ്മുടെ കുഴപ്പം. നമ്മള് എങ്ങനെ പെരുമാറണം എന്ന വാക്യമല്ല പലപ്പോഴും നമ്മുടെ ദൃഷ്ടിയിൽ പെട്ടെന്ന് പെടുന്നത്. This is the main problem we all face. It is not that we are looking how we should behave from the word of God. മറ്റുള്ളവര് നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങളാണ് നമ്മുടെ ദൃഷ്ടിയിൽ പെട്ടെന്ന് പെടുന്നത്. We are looking for verses in which other people should behave. How should other people behave to us? മാതാപിതാക്കൾ കാണുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ ബഹുമാനിപ്പീൻ എന്ന് പറയുന്ന വാക്യം മാത്രമേ മാതാപിതാക്കളുടെ ബൈബിളിലുള്ളൂ. Parents see in the Bible only this verse, children, you should obey your parents. എന്നാൽ കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കരുത് എന്ന വാക്യം അവർ സൗകര്യപൂർവ്വം അവരുടെ ബൈബിളിൽ ഇല്ല എന്നുള്ള മട്ടിൽ പെരുമാറിപ്പോകും. And therefore there's something mentioned like you should not irritate your children, they just forget that verse. എന്ന് പറഞ്ഞതുപോലെ പീറ്റർ പൊള്ളാക്ക് ഈ കാര്യം കണ്ടപ്പോ അദ്ദേഹം താൻ ചെയ്യാനുള്ളത് കണ്ടു, അത് അല്പ ഭേദമാണ്. എന്നാൽ അതുപോലെ തന്നെ തന്റെ തന്നോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടതും കണ്ടു. And this person called Peter Polla, he saw what he has to do from the word of God, and the same time he also saw what his wife has to do to him. അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു, ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കാം, ഭാര്യ എനിക്ക് കീഴടങ്ങണം. ഞാൻ 50% ഞാൻ അങ്ങോട്ട് സ്നേഹിക്കാം, അവൾ 50% ഇങ്ങോട്ട്,
50 എന്നൊരു അനുപാതത്തിൽ ഞങ്ങൾ ജീവിതം അങ്ങ് തുടങ്ങാം. Therefore, this person decided, okay, I will love my wife 50% and she also ought to subject to me 50%. So we will forward our life in this condition. അപ്പോ 100% നോക്കുക, ഒരു കണക്കുകൂട്ടൽ വരിക. Therefore, the calculation is right, it is 100%. അതായത് താന് 50% സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഭാര്യ 50% എനിക്ക് കീഴടങ്ങുന്നുണ്ടോ എന്നൂടെ ഒരു നോട്ടമുണ്ട്. And similarly, when he is starting his life, he is thinking like, okay, I am loving my wife 50%. At the same time, he is also observing whether his wife is being subject to him for the next 50%. അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ 50% ഭർത്താവിന് കീഴടങ്ങാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ബാക്കി 50% ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിന്റെ കണക്കും അവള് നോക്കുന്നു. At the same time, when wife is subjecting to her husband 50%, she is also observing her husband whether he is loving her for the balance 50%. ഇവർ രണ്ടുപേരും നല്ല വിശ്വാസികളായിരുന്നു. Both of them were excellent believers. അപ്പൊ അവർ വിചാരിച്ചു ഈ 50% എന്ന രീതിയിൽ രണ്ടുപേരുടെയും തുല്യ പങ്കാളിത്തത്തില് കുടുംബജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു. And they thought that in this condition, like loving 50% and being subject to 50%, in this way they can happily live their family life ever. പക്ഷേ ആ ദേവദാസൻ രേഖപ്പെടുത്തിയിരിക്കും, കുറച്ച് കഴിഞ്ഞപ്പോ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹവും കണ്ടെത്തി, അദ്ദേഹത്തിന്റെ ഭാര്യയും കണ്ടെത്തി. But this person has written in his book that as life moves on, they found that this system is not working in their life. ഒരു രാത്രി രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്നു. And one night both of them sat together. നമ്മൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തല്ലോ, നമുക്ക് രണ്ടും തുല്യ പങ്കാളിത്തത്തില് സ്നേഹിച്ചും കീഴടങ്ങിയും പോകാമെന്ന് തീരുമാനിച്ചല്ലോ, എന്നിട്ടും അതെന്താ വർക്ക് ചെയ്യാത്തത്? നമ്മൾ പിന്നെയും പൊട്ടിത്തെറിക്കുകയും കാര്യങ്ങൾ ശരിയാകാതിരിക്കുകയും ചെയ്യുന്നല്ലോ, എവിടെയാ കുഴപ്പം? And they sat down and discussed and told that we agreed on this condition that we will be loving each other and being subject to each other in equal respect, but still there are a lot of problems in our life. Where is the problem? What is happening between us? നമ്മിൽ പലരെ പോലെ ആയിരുന്നില്ല അദ്ദേഹം. നമ്മളാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യാൻ പലപ്പോഴും നോക്കുകയില്ല, അത് പ്രശ്നം പരിഹരിക്കാൻ നോക്കുകയില്ല. എന്നാൽ അദ്ദേഹവും ഭാര്യയും ഒന്നിച്ചിരുന്ന് ഈ കാര്യത്തെ അഭിമുഖീകരിക്കാനായിട്ടും ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടും ശ്രമിച്ചു. That person was not many of us who are sitting here. We will not try to solve the issue, but that person, they decided to sit down and talk to each other and solve the problem which is happening in their midst. അപ്പോ അവര് ഇരുന്ന് സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, നമ്മള് 50% എന്ന അനുപാതമല്ല വയ്ക്കേണ്ടത്. And then they came to the conclusion that it is not a 50% that we should love and be subject to each other. മറുവശത്ത് നിന്ന് എന്നെ 50% കീഴടങ്ങുന്നോ എന്ന് നോക്കാതെ ഞാൻ അവളെ 100% സ്നേഹിക്കും എന്ന് പീറ്റർ പൊള്ളാക്ക് തീരുമാനിച്ചു. This person understood that I should love my wife 100% without expecting her whether she is being subject to me. അതുപോലെ തന്നെ ഭാര്യ പറഞ്ഞു, അദ്ദേഹം എന്നെ 50% സ്നേഹിക്കുന്നു എന്നൊരു കണക്ക് ഞാൻ സൂക്ഷിക്കാതെ ഞാൻ 100% കീഴടങ്ങാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. Similarly, the wife also told, I surrender my life in order to be subject to you 100% without expecting you to love me even 50%. അവർ രണ്ടുപേരും ഒന്നിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ചു. Both of them sat together and surrendered life praying to the Lord. അപ്പോ പിന്നെ കാണുമ്പോൾ ഒരു ഡിമാൻഡ് ഇല്ല, നീ എനിക്ക് എത്ര കീഴടങ്ങി എന്നൊരു ചോദ്യമില്ല. And then further we find in their life that there is no demands for them. താങ്കൾ എന്നെ എത്ര സ്നേഹിക്കുന്നു എന്ന് ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യമില്ല. And from the wife's side, there is no question arising like how much you are loving me. മറിച്ച് രണ്ടുപേരും തങ്ങളെ തന്നെയാണ് നോക്കുന്നത്. അയ്യോ എനിക്ക് 100% കീഴടങ്ങാൻ പറ്റിയോ, അയ്യോ എനിക്ക് 100% സ്നേഹിക്കാൻ പറ്റിയോ, ഈ നിലയിൽ. But on the other hand, both of them are looking on to themselves whether they are loving 100% or they are being subject to 100% to the other partner. എപ്പോഴും അവര് ആ കാര്യത്തിൽ തങ്ങളെ തന്നെ പരിശോധിക്കുമ്പോൾ 100% കർത്താവ് വെച്ച ആ മാനദണ്ഡത്തിൽ കുറവുള്ളവരായിട്ട് കണ്ടിട്ട് നിരന്തരം ഒരു നിലവിളിയിലാണ്. And when they find that according to the standards of Lord Jesus, when they look into their own life, they find that they are falling way short and they fall to the ground and cry to the Lord. അതുകൊണ്ട് തന്നെ അവർക്ക് തങ്ങളുടെ ഇണയുടെ നേരെ ചൂണ്ടാനായിട്ട് ഒരു വിരലില്ല. Therefore they are unable to point their finger to the partner. പരാതികളില്ലാതെ അന്യോന്യം പൊട്ടിത്തെറികളില്ലാതെ എപ്പോഴും തന്റെ കുറവ് കണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം തന്റെ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ കണക്ക് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. And he is mentioning in his book at the end that they were able to live very happily for the rest of their life without complaining or grumbling each other. പ്രിയപ്പെട്ടവരെ, നമ്മള് യേശുവിന്റെ ലേൺ ഫ്രം മൈ ലൈഫ്, എന്നിൽ നിന്ന് പഠിപ്പി എന്ന് യേശു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ പല ഗുണങ്ങള് കുടുംബജീവിതത്തോട് താരതമ്യം ചെയ്ത് നമ്മൾ ചിന്തിക്കുകയാണല്ലോ. Beloved brethren, if we take this verse like Lord Jesus said, learn from me, and if we apply this to our own personal life, അപ്പൊ യേശുവിന്റെ ആദ്യത്തെ ഗുണം നമ്മൾ പറഞ്ഞത്
യേശു വലിയ മറവിക്കാരനാണ് എന്നുള്ളതാണ്. First thing, what we saw that ആ, he forgets. ക്ഷമിക്കണം, യേശുവിനെ കണക്കറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. രണ്ടാമത്തേത് വാൻതുവാൻ പറയുന്നു യേശു വലിയ മറവിക്കാരനാണ് എന്ന് പറയുന്നു. The first thing we saw that our Lord did not know how to live a calculated life, and second thing he mentioned that our Lord forgets things. ഈ യേശുവിന്റെ ഒരു കുറവായിട്ട് വാൻതുവാൻ കാണുന്നത് യേശു പെട്ടെന്ന് അങ്ങ് കാര്യം മറന്നു. One of the other quality which this person found, which is lacking in Jesus, is that he forgets things very fast. ഒരിക്കല് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് ഒരു പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്നു. In the Gospel of John, chapter 8, we see that a sinful woman is coming to Lord Jesus. അപ്പോ അവള് ലോകത്തിന്റെ മുഴുവൻ ദൃഷ്ടിയില് അവള് ചെയ്ത പാപങ്ങളുടെ ഒരു പട്ടിക എല്ലാവരുടെയും കയ്യിലുണ്ട്. And there is a big list of sins which she has committed in the hands of the people who brought her to Lord Jesus. എന്നാൽ യേശു വളരെ പെട്ടെന്ന് എല്ലാരും പറഞ്ഞു, ഗുരു, ഇവളെ നീ കുറ്റം വിധിക്കാൻ നീയാണ് യോഗ്യൻ, നീ അത് ചെയ്യ് എന്ന് പറഞ്ഞു. പക്ഷേ കുറ്റം വിധിക്കാൻ നിന്നപ്പോ യേശു പെട്ടെന്ന് അവള് ചെയ്ത തിന്മകളൊക്കെ അങ്ങ് മറന്നുപോയ പോലെ. These people brought this sinful woman to Lord Jesus and told, Lord, you should judge her. And when this woman came, Lord, it is as if Lord Jesus has forgotten all her sins. ഈ മറവി രോഗം ബാധിച്ച ആളെ പോലെ, അൽഷൈമേഴ്സ് ബാധിച്ച പോലെ യേശുവിന് പെട്ടെന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അങ്ങ് മറന്നുപോകും. And it's similarly like a person who has been affected by Alzheimer's, that Lord Jesus forgets things very fast. വാൻതുവാൻ മറ്റൊരു ഉദാഹരണം പറയുന്നത് പത്രോസുമായുള്ള യേശുവിന്റെ ബന്ധമാണ്. Another example which this person tells is the relation which Peter had with Lord Jesus. എന്തെല്ലാം അവകാശവാദമായിരുന്നു പത്രോസിന്. What all things were Peter claiming? ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും ഞാനുണ്ടല്ലോ, ഞാന് ഒരു ആൺകുട്ടിയെ പോലെ നിന്റെ പിന്നാലെ നിൽക്കും. Peter was claiming that even everyone deny you, Lord, I will stand for you alone. അങ്ങനെ പറഞ്ഞ ആളാണ് ആദ്യം തള്ളിപ്പറയുകയും പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയത്. And it was this person who denied Lord Jesus and started to curse him at the beginning. യേശു അത് കേട്ടില്ല എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? Do you think that Lord Jesus didn't heard that? ആ മഹാപുരോഹിതന്റെ ആ നടുത്തളത്തില് കെട്ടപ്പെട്ടവനായിട്ട് നിൽക്കെ യേശു തിരിഞ്ഞ പത്രോസിനെ ഒന്ന് നോക്കി. When Lord Jesus was standing in that praetorium, Lord slightly turned and looked at Peter. ആ നോട്ടത്തിന് മുമ്പിലാണ് പത്രോസ് അലിഞ്ഞു പോയത്. അവൻ പുറത്തിറങ്ങി ആ രാത്രിയിൽ പൊട്ടിക്കരഞ്ഞത് ആ നോട്ടത്തിന് മുമ്പിലാണ്. And it was at this look that Jesus looked Peter. Peter was completely broken and went out and wept. ഒരു പക്ഷേ സാത്താൻ ഈ കാര്യം അറിയായിരിക്കും. അതുകൊണ്ട് അവിടെ പടയാളികൾ തമ്മിൽ പറഞ്ഞു, അവന്റെ കണ്ണ് കെട്ടി അവനെ തല്ലാം എന്നവർ തമ്മിൽ പറയുന്നത് നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. I think that even the soldiers knew that is why they were discussing that we will tie the eyes and beat him. കാര്യം കണ്ണ് തുറന്നിരുന്ന യേശു നോക്കും, ആ നോട്ടത്തിന് മുമ്പിൽ ചില പാപികള് മാനസാന്തരപ്പെടും. അതുകൊണ്ട് നമുക്ക് കണ്ണ് കെട്ടാം എന്നവർ പറഞ്ഞു. Because if the Lord's eyes are open, then he may look at the sinful person and they will be utterly broken, and therefore we'll plan to tie his eyes and then beat him. ഏതായാലും നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണ്ടല്ലോ. യേശു തിരിഞ്ഞു നോക്കി, ആ നോട്ടത്തിന് മുമ്പിൽ പത്രോസ് മാനസാന്തരപ്പെട്ടു. Lord turned and looked at Peter, and Peter repented at his look. യേശു എന്ത് കേട്ടിട്ടായിരിക്കണം തിരിഞ്ഞു നോക്കിയത്? Why did Lord Jesus? What made Lord Jesus to turn back and look at Peter? അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മുഴുവൻ യേശുവിനെ കുറിച്ച്, നസ്രായനെ കുറിച്ച് അവൻ കുറ്റക്കാരനാണ്, അവനെതിരെ സംസാരിക്കുകയാണ്. All the people who were standing over there were accusing Jesus about many things. അപ്പൊ ആ ആരവത്തിനിടെ ഒരാൾ പ്രത്യേകം പറയുന്നു, അവൻ തീർത്തും കൊള്ളരുതാത്തവനാണ്, എനിക്ക് പണ്ടേ അറിയാം എന്നെല്ലാം പറയുന്നു. യേശു ഇത് പരിചയമുള്ള ഒരു സ്വരമാണല്ലോ എന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോ പത്രോസ്. And among this crowd who were shouting, and there Lord Jesus heard one person is telling, I don't know about him, I knew nothing about him. And then Lord Jesus knew, I know this sound, and this made Lord Jesus to turn and look at Peter. അങ്ങനെ നമുക്ക് ഭാവന ചെയ്യാം. ഏതായാലും യേശുവിനെ പ്രാകുവാനും ആണയിടുവാനും പത്രോസ് തുടങ്ങിയപ്പോ യേശു അത് കേട്ടിരിക്കാം. Let us imagine like that. Maybe the Lord heard that as Peter was cursing and swearing that he didn't know our Lord. നമ്മൾ കേൾക്കാതെ നമ്മളെ കുറിച്ച് ഒരാൾ ഒരു കാര്യം പറഞ്ഞു എന്ന് നമ്മൾ പിന്നെ കേട്ടാലും ആദ്യം നമ്മൾ ആ ആളിനെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ആ കാര്യം ചോദിക്കുകയല്ലേ? When we heard from someone that such a person has told bad about you, when we see that person for the first time, we may ask him, did you tell like this about me? നമ്മുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ നമ്മൾ ആ നിമിഷം തന്നെ ചോദിക്കും. If that person is telling in front of us, immediately we'll ask back to that person. എന്നാൽ യേശുവിന്റെ സാന്നിധ്യത്തിൽ തന്നെ യേശുവിനെ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയ പത്രോസിനെ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം കണ്ടുമുട്ടി. But Lord Jesus saw this Peter after being resurrected, who cursed and denied him in front of everyone.
ആ കണ്ടുമുട്ടുന്നതിന്റെ രംഗം യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒടുവിലത്തെ അധ്യായത്തിലെ എത്ര മനോഹരമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. It is beautifully written in one of the chapters in the Gospel of John. പ്രിയപ്പെട്ടവരെ, യേശു കണ്ടപ്പോ യേശുവിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മള് അത്ര നമ്മൾ CFCയിലെ ആളുകളായതുകൊണ്ട് അത്ര കാര്യമായിട്ട് നേരിട്ട് ചോദിച്ചില്ലെങ്കിലും നമ്മൾ അർത്ഥം വെച്ചെങ്കിലും ചില കാര്യങ്ങൾ ചോദിച്ചു പോകുമായിരുന്നു. Beloved, if we were in the place of Jesus, because we are from CFC, we may not ask in a very bad manner, but we may ask to Peter, like, Peter, didn't you say like this? പക്ഷെ യേശു എന്ത് ചെയ്തു? യേശു അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് പോലും താനെ ഭാവിക്കുന്നില്ല. താനത് മറന്നുപോയി. മറവിക്കാരനായിരുന്നു യേശു. But what did Lord Jesus say? It was as if he had completely forgotten everything about Peter. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. Lord Jesus has told us to do this in remembrance of me. വലിയ മറവിക്കാരനായിരുന്നുകൊണ്ടാണോ യേശു അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർക്കണമെന്ന് പറഞ്ഞത്? Did Jesus say because he was a very forgetful person that you should remember me always? പ്രിയപ്പെട്ടവരെ, യേശു മറവിക്കാരനായിരുന്നു എന്നുള്ള ആ ഒരു യേശുവിന്റെ ഗുണം നമ്മുടെ വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്താലും, Beloved, if this quality of Lord Jesus to forget things very fast, if we take this quality in our family life, നമ്മൾ പലപ്പോഴും പൂർണ്ണരായ മനുഷ്യരല്ല. We are not perfect people. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു സഹോദരിയോട് പറയുകയായിരുന്നു, ഒരു പൂർണ്ണമായ സഭ നമുക്ക് ഈ ലോകത്ത് കണ്ടുമുട്ടാൻ ഒക്കെയില്ല എന്ന് ഞാൻ പറയുകയായിരുന്നു. While I was on my way to the church in the morning, I was speaking to a sister and was telling her that we cannot find a church which is perfect in this world. എന്ന് പറഞ്ഞതുപോലെ ഒരു 100% പൂർണ്ണനായ ഒരു ഭർത്താവിനെയോ ഭാര്യയോ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് കഴിയില്ല. Similarly, we will not get a life partner who is 100% perfect in everything. അതുകൊണ്ട് നമ്മൾ പൂർണ്ണരായ മനുഷ്യരല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഒന്നിച്ചൊരു കൂരയ്ക്ക് കീഴെ താമസിക്കുമ്പോൾ പല കാര്യങ്ങള് നമ്മള് മറക്കുകയും പൊറുക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. Therefore, when such two imperfect people lives under one roof, we have to forget and forgive many things when they live together. സാഗ്നർ പലപ്പോഴും പറയാറുള്ള ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. There is a story which Brother Zach often tells. അതായത് ഒരു ദിവസം ഒരു ഭർത്താവ് തന്റെ വീട്ടിലുണ്ടായ പൊട്ടിത്തെറിയെ കുറിച്ച് കൂട്ടുകാരനോട് പറയും. One day a husband was telling a problem, an issue which happened in his family to his friend. ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞു. അപ്പോ പെട്ടെന്ന് അദ്ദേഹം ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. സഡൻലി ഷീ ബിക്കെയിം ഹിസ്റ്റോറിക്കൽ എന്നാണ്. And this husband was telling to his friend that I told her like this and the wife became suddenly historical. അപ്പോ ഈ സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റിയതായിരിക്കും. സഡൻലി ഷീ ബിക്കെയിം ഹിസ്റ്റീരിക്കൽ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അതായത് പെട്ടെന്ന് മനസ്സിന്റെ സമനില തെറ്റിയ പോലെ പറഞ്ഞു എന്നായിരിക്കും, അല്ലാതെ ചരിത്രത്തിലേക്ക് കടന്നു എന്നായിരിക്കുമല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് സുഹൃത്ത് തിരുത്തി കൊടുത്തു. And this friend of that person told that you may be wrong, it may not be historical, the person may have meant hysterical. അല്ല, അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല അവള് പെട്ടെന്ന് പൊടുന്നനെ ചരിത്രത്തിലേക്ക് കടന്നു. No, I'm right. She went to all the history, past history. ചരിത്രം എപ്പോഴും തീയതികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. And this history always relates to many dates. ഒന്നാം ലോക മഹായുദ്ധം 1914 ആരംഭിച്ചു. The First World War started in the year 1914. ഹിരോഷിമയിൽ ബോംബിട്ടത് 1945. And it was bombed in Hiroshima in 1945. നമുക്ക് ചരിത്രം എപ്പോഴും തീയതികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. History always relates back to dates. അതുകൊണ്ട് അവള് പെട്ടെന്ന് ചരിത്രത്തിലേക്ക് കടന്നപ്പോൾ അവള് പറഞ്ഞു, 1983 നവംബർ മാസം 6-ാം തീയതി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ അമ്മ എന്നോട് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Therefore, my wife started telling me in 1983 on November 1st, do you remember what your mother told me when I came to your house? 1991 ഡിസംബർ മാസം 23-ാം തീയതി കുഞ്ഞുമായിട്ട് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോൾ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Do you remember what you told me in 1991 on December 23rd when we took our children to the hospital? തീയതികൾ പെട്ടെന്ന് അവൾ ചരിത്രത്തിലേക്ക് കടന്നു. All goes back to dates. They went back to history. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നം നമുക്ക് കണക്കും അറിയാം ചരിത്രവും അറിയാം എന്നുള്ളതാണ്. Beloved, what our problem, what we are facing is that we know calculation and we know history also. യേശുവിന് കണക്കറിഞ്ഞുകൂടായിരുന്നു എന്ന് നമ്മൾ ആദ്യം ചിന്തിച്ചു. യേശുവിന് ചരിത്രവും തീയതികളും അറിഞ്ഞുകൂടായിരുന്നു. We knew that Lord was not a man of calculations, neither he kept records of the past. 50 വർഷം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിച്ചതിന് നാട്ടുകാരെല്ലാം കൂടി ആ പ്രായമായ അപ്പച്ചനും അമ്മച്ചയ്ക്കും ഒരു സ്വീകരണം കൊടുത്ത രംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Have you heard about this gathering which the people gave to the person who lived 50 years? ആളുകളെല്ലാം കൂടെ അവരെ പൊന്നാടി അണിയിച്ചു, അവർക്ക് വേണ്ടി കൊച്ചുമക്കൾ ഒരു വലിയ സദ്യ ഒരുക്കി.
the people made a big party for this husband and wife who lived together for 50 years. എന്നിട്ട് ഒടുവില് ഇവർക്കൊരു മറുപടി പ്രസംഗം നടത്താൻ വേണ്ടി അമ്മച്ചിയുടെ കയ്യിൽ മൈക്ക് കൊടുത്തു. And the mic was handed over to this old grandma in order to give a reply message. 50 വർഷം വിജയകരമായിട്ട് സന്തോഷകരമായിട്ട് ജീവിച്ചു. അതിന്റെ ഒരു മാതൃകയായിട്ടാണ് ഈ അപ്പച്ചനെ അമ്മച്ചിയെ നാട്ടുകാർ ആദരിക്കുന്നത്. They were keeping this grandfather and grandmother as a role model who have successfully completed 50 years of happy married life. പക്ഷേ മറുപടി പറയാനായിട്ട് ഈ അമ്മച്ചിയുടെ കൈ കിട്ടിയപ്പോ പുള്ളിക്കാരി തന്നെ ഭർത്താവ് പരിഗണിക്കാതിരുന്ന ചില തീയതികളാണ് ഈ 50 വർഷത്തിനിടയിൽ അവരുടെ ഓർമ്മയിൽ അവശേഷിച്ചിരുന്നു. But what this grandma replied was all the days in which her husband did not consider her for many things. 50 വർഷം ഒരു കേടും കൂടാതെ ഭാര്യയ്ക്ക് വേണ്ടി കരുതുകയും അവളെ സ്നേഹിക്കുകയും അവളെ പോറ്റി പുലർത്തുകയും ചെയ്തു. And all these 50 years this husband was taking care of her husband and doing everything what is required for her. 50 വർഷത്തെ ചരിത്രം മറന്നുപോയി. മറിച്ച് തന്നോട് തട്ടിക്കേറിയ 3-4 ദിവസങ്ങളുടെ ചരിത്രം അമ്മച്ചിയുടെ ഓർമ്മയിലുണ്ട്. But this grandmother forgot all the past 50 years in which her husband took care of her, but she remembers the 3 or 4 instances where this husband was not good to her. നമ്മുടെ ഓർമ്മ ഒരു അരിപ്പ പോലാണ് എന്ന് പറയാറുണ്ട്. It is said that our memory is like a strainer. ഒത്തിരി സാധനങ്ങൾ അതിലേക്ക് ഒഴിക്കും. അവസാനം അരിപ്പയിൽ തങ്ങി നിൽക്കുന്നത് എന്താണ്? പലപ്പോഴും ദുഃഖകരമായ കാര്യങ്ങളാണ് തങ്ങി നിൽക്കുന്നത്. Many things have been poured into this strainer and what remains on this strainer is that many things which is not good. നമുക്ക് വേണ്ടി ചെയ്തത്, നമ്മളെ സ്നേഹിച്ചത്, സന്തോഷകരമായ കാര്യങ്ങളൊക്കെ അരിപ്പയ്ക്കകത്തൂടെ അങ്ങ് ചോർന്നു പോകും. Whatever good things were done to us all leaks out through the strainer and goes out. എന്നാൽ നമ്മെ കരുതാതിരുന്ന ഒരു ദിവസം, ഞാൻ തലവേദനയായിട്ടും അവൾ എനിക്ക് ചായ ഇട്ട് തരാതിരുന്ന ദിവസം, അതൊക്കെ ഈ അരിപ്പയിൽ തങ്ങി നിൽക്കും. But all these instances when my husband did not consider me or my wife did not consider me, all these things get stuck in the strainer. പ്രിയപ്പെട്ടവരെ, നമ്മള് മറവിക്കാരായിരിക്കണം. Beloved, we may be people who forget things. നമ്മള് യേശുവിന്റെ ഒരു മുന്നോടിയായിട്ട്, യേശുവിന്റെ ഒരു നിഴലായിട്ട് പഴയ നിയമത്തിൽ പറയുന്ന ഒരാളുണ്ടല്ലോ, ജോസഫ്. There is a person who is shown as a shadow of Lord Jesus in the old covenant, that is Joseph. യോസഫിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായി. What all things happened in the life of Joseph? ദുഃഖകരമായ ഒട്ടേറെ അനുഭവങ്ങളിലൂടെ താൻ കടന്നുപോയി. Many things he faced in life which was not pleasing to him. തന്റെ ചേട്ടന്മാര് ആടിനെ മേയിച്ച് കഷ്ടപ്പെടുകയാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള കരുതലില് ആണ് ജോസഫ് വീട്ടിൽ നിന്ന് ജ്യേഷ്ഠന്മാരെ അന്വേഷിച്ച് യാത്രയായി. It was this concern which Joseph had in his heart to give food to his brothers who were shepherding the sheep. With this concern he went out to search his brothers. ഏകദേശം 70 മൈലാണ് ജോസഫ് സഹോദരന്മാരെ കാണാനായിട്ട് അന്ന് നടന്നു പോയത് എന്നാണ് ആ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രം അറിയാവുന്ന വേദപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. According to the geological information of that land, it is mentioned that Joseph had to walk around 70 miles in order to reach his brothers. അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ഇവര് കാണുമ്പോൾ ദാ വരുന്നു സ്വപ്നക്കാരൻ. And after traveling for such a long distance, when his brothers meets him, they immediately say, "Oh, there comes the dreamer." അവന്റെ വർണ്ണക്കുപ്പായം ഊര്, അവനെ ഒരു പൊട്ടക്കണത്തിൽ ഇട്, അവര് പ്ലാൻ ചെയ്യുക. They are planning, okay, let us remove his purple robe and let us put him in a deep pit. നമ്മൾ ആ രംഗങ്ങളൊക്കെ വായിച്ച് നോക്കിയാൽ നമ്മള് അത്ഭുതപ്പെട്ടു പോകും. When if we go through all these verses, we'll be stunned. ഈ ഇളയ അനിയനെ അവന്റെ വസ്ത്രം ഊരിയെടുത്ത് അവനെ ബലമായിട്ട് ആ പൊട്ടക്കണറ്റിയിൽ ഇട്ടതിന് ശേഷം സഹോദരന്മാർ പിന്നീട് ചെയ്തത് എന്താണെന്നറിയാമോ? What did they do after removing his purple robe and pushing him down into the deep pit? ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പിന്നീട് അവർ ഭക്ഷണം കഴിപ്പാനിരുന്നു. And the word of God records that after that they sat down to have their food. ഏത് ഭക്ഷണം? ഈ അനിയൻ കൊണ്ടുവന്ന ഭക്ഷണം. Which food? The food which Joseph had brought to serve them. അനിയനെ, കൊച്ചു പയ്യനെ, അവനെ കരുണ കൂടാതെ പൊട്ടക്കണത്തിൽ ഉപേക്ഷിച്ച ശേഷം അവൻ കൊണ്ടുവന്ന ഭക്ഷണം വട്ടമിട്ടിരുന്ന് കഴിക്കാൻ അവർക്കൊരു മനസാക്ഷി കുത്തുണ്ടായിരുന്നില്ല. There were no prick in their conscience after putting down this Joseph into the pit and to have the food which he brought for them. അതിനുശേഷം ഇസ്മായേലിയ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് അവനെ വിറ്റു. After that they sold him for 20 silver coins to Ishmael people who were walking to that side. അവന്റെ ഊരിയെടുത്ത കുപ്പായം ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് ആ രക്തത്തിൽ മുക്കി അപ്പനെ കബളിപ്പിച്ചു. And the purple robe which they took from him, they dipped it in the blood of the goat and they fooled their father. അതിനുശേഷം എന്തെല്ലാം അനുഭവങ്ങളിലൂടെയാണ് ജോസഫ് കടന്നു പോകുന്നത്. And after that Joseph has passed through many circumstances. പൊത്തിഫേറിന്റെ വീട്ടിലുണ്ടായ തിരിച്ചടികൾ,
what all he faced in the house of Potiphar, അതിനെ തുടർന്ന് ഉള്ള കാരാഗ്രഹവാസം, and life which he had to spend in his prison, leading after the life in his Potiphar's house. ദൈവം ഒരിക്കൽ തനിക്ക് നൽകിയ ആ ദർശനം, സ്വപ്നം ഒരിക്കൽ പോലും ഇനി യാഥാർത്ഥ്യമായി തീരുകയില്ല എന്നവൻ ഭയപ്പെട്ട നാളുകൾ. Joseph really was afraid that the dream which he saw, which the Lord had given to him, that will never come reality in his life. കുട്ടറയിൽ കിടന്ന് തന്റെ വിധി ഓർത്ത് വിലപിച്ചത് രാത്രികൾ ഉണ്ടാവാം. There may be many days in which Joseph was sobbing in the prison. അവസാനം ആ കുണ്ടറയിലെ ഇരുട്ടറയിൽ ഒരു സൗഭാഗ്യത്തിന്റെ സൂര്യൻ ഉദിച്ചു. And in that prison, light dawned in his life. ഫറവോൻ കണ്ട ഒരു സ്വപ്നമാണ് അതിന് ആധാരമായത്. And this was a dream which the Pharaoh saw. This was the base for that. ജോസഫ് കൊട്ടാരത്തിൽ വന്നു. അവന് ആ നൂരിയെടുത്തതിന് പകരം വേറെ വേഷം അവന് ലഭിച്ചു. And Joseph came to the palace and was dressed in good clothes. അവന് അവിടുത്തെ പ്രധാനമന്ത്രിയായി തീർന്നു. And he became the second in command. അവന് അവിടെ ഫറവോന്റെ തൊട്ട് താഴെയുള്ള ആ ഒരു പൊസിഷനിൽ, ആ ഒരു പദവിയിൽ അവൻ എത്തിച്ചേർന്നു. And he was just below the command of Pharaoh. അവനെ ഫറവോൻ തന്നെ അവനൊരു പുതിയ പേരിട്ടു. And Pharaoh himself gave him a new name. ഘട്ടത്തിലെ പുരോഹിതനായ പൊത്തിഫേറിന്റെ ആ പുരോഹിതന്റെ പേരും പൊത്തിഫേർ എന്നായിരുന്നു. And the high priest of that time, his name was also Potiphar. ആ പൊത്തിഫേറിന്റെ മകളെ ആസ്നത്തിന് അവന് ഭാര്യയായിട്ട് കൊടുത്തു. And the high priest's daughter Asnath was given as wife to Joseph. ആസ്നത്തിനോടൊപ്പം ഒരു കുടുംബജീവിതം മിസ്രയീം ദേശത്ത് ജോസഫ് ആരംഭിക്കുകയാണ്. And Joseph started a married life along with Asnath in that Egyptian land. ഇപ്പോഴെ വഴിയിൽ ഇറങ്ങിയാൽ എല്ലാവരും അവനെ കുമ്പിടുന്നുണ്ട്. And he knows that everyone is bowing before him. അവന്റെ രഥം കടന്നു പോകുമ്പോൾ അതിനു മുമ്പിൽ ഒരു കുഴലൂത്തുണ്ട്. എല്ലാവരും കുമ്പിടുവീ എന്നൊരു കുഴലൂത്തുണ്ട്. And when his chariot passes over through the pathway, somebody blows a trumpet that all should bow down. പക്ഷെ ആ രഥത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴും ആസ്നത്ത് വലത്തുവശത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാം പോകുമ്പോഴും ജോസഫ് ഇടയ്ക്കിടയ്ക്ക് ചില തന്റെ ആ ഭൂതകാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ജോസഫിന്റെ മനസ്സിലില്ലേ. And while traveling in that chariot through that pathway with his wife, all the things which passed in his life he is remembering in his heart. അങ്ങനെ ഇരിക്കെ ആസ്നത്ത് ഗർഭിണിയായി ജോസഫിന് ഒരു ആദ്യജാതൻ പിറന്നു. And that time Asnath became pregnant and got his firstborn. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിന്റെ 50 51 വാക്യങ്ങളിലാണ് നമ്മൾ ആ കാര്യം കാണുന്നത്. We see this in the book of Genesis chapter 41 verse 50 and 51. പൊത്തിഫേറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. അതിന്റെ 51 വാക്യം, എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനും ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ജോസഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. 51 വാക്യം. 2 sons were born to Joseph, whom Asnath, the daughter of Potiphar, priest of On, bore to him. Joseph named the firstborn Manasseh, for he said, God has made me forget all my trouble. നോക്കുക, ജോസഫ് തനിക്ക് ഒരു ആദ്യജാതൻ ഉണ്ടായപ്പോൾ അവനിട്ട പേരിന്റെ അർത്ഥം എന്താ? What is the name of his firstborn when Lord gave to him? എനിക്ക് മറക്കണം. I want to forget things. എനിക്ക് മറക്കണം. I want to forget. എനിക്ക് സ്വാഭാവികമായിട്ട് മറക്കാനൊക്കെ ഇല്ല. I cannot forget these things in a normal way. പക്ഷെ എനിക്ക് മറന്നേ പറ്റൂ. But I need to forget these things. Manasseh. പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടാൻ കൊള്ളാവുന്ന ഒരു പേരാണ് മനശ്ശെ. Beloved, when we have also children, it is the best name to give to our children. നമുക്ക് ചിലത് മറക്കേണ്ടതില്ലേ? We need to forget some things, right? ഈ കണക്കുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ, ജോസഫ് മറക്കാതിരുന്നിരുന്നെങ്കിൽ, പിന്നീട് തന്റെ സഹോദരന്മാർ അഭയാർത്ഥികളായിട്ട് തന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ജോസഫിന് പെരുമാറാൻ കഴിയുമായിരുന്നില്ല. Joseph could not have behaved such in a great manner when his brothers came and met him if he hadn't forget all these things in the past. അതുകൊണ്ട് ജോസഫ് പറയുന്നു, മനശ്ശെ എനിക്കിത് മറക്കണം. Therefore Joseph says, the name I will give Manasseh, because I want to forget many things in my life. കുടുംബജീവിതത്തിൽ സഹോദരിമാരെ, ഒത്തിരി കൈപ്പേറിയ അനുഭവങ്ങളുടെ ഓർമ്മകളെ നിങ്ങൾ താലോലിക്കല്ലേ? Beloved sisters, are you pampering many situations of bitterness which you had faced in your previous life? സഹോദരിമാര് പ്രത്യേകിച്ചും കൈപ്പേറിയ അനുഭവങ്ങളെ ഒത്തിരി ഹൃദയത്തിലെ താലോലിക്കുന്നവരാണ്. Many times the sisters always pamper many situations of bitterness which they faced in their life. തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന്റെ സാഹചര്യത്തിൽ ഒട്ടേറെ സമ്മർദ്ദങ്ങൾ അവളുടെ മേലെ വരും. Definitely in a family life you will be under a lot of pressure. ഭർത്താവിന്റെ മാതാവ്,
പിതാവ് ഇവരോടൊപ്പം ഒരു കൂട്ടുകുടുംബം പോലെയൊക്കെ താമസിക്കുമ്പോൾ പ്രത്യേകിച്ചു. Especially when you are staying with your in-laws of your husband. പുരുഷന്മാർക്ക് പുറം ലോകത്തേക്ക് ഇറങ്ങിപ്പോയി അവരുടേതായ സ്ഥലങ്ങളുണ്ട്, ഇടങ്ങളുണ്ട്. The husbands may go out and they may find lot of places. പക്ഷെ ഒരു വീടിന്റെ നാലകത്തളത്തിനുള്ളിൽ കഴിയുന്ന ഒരു സ്ത്രീയുടെ ജീവിതം താരതമ്യേന ഒട്ടേറെ ദുസ്സഹമായ അനുഭവങ്ങൾ വരാം. But comparing to the life of a wife who's staying in 4 boundaries of wall, her life will be bit struggle. ഇതിന്റെയൊക്കെ ഓർമ്മകളുമായിട്ട് നിങ്ങൾ എത്ര നാൾ മുന്നോട്ട് പോകും? How many days long will you live with all these things in your heart? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു ദുഃഖകരമായ ഓർമ്മ കടന്നു വരുമെങ്കിൽ പറയുക, മനസ്സേ. When you are washing utensils in your kitchen, if some thought comes to your heart, just tell to the thought, Manasseh. മുറി തൂത്ത് തുടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭർത്താവിന്റെ മാതാവ് പറഞ്ഞ മറ്റൊരു വാക്ക് നിങ്ങളെ മുറിപ്പെടുത്തി നിങ്ങളുടെ മനസ്സിലേക്ക് തള്ളിക്കയറി വരുമ്പോൾ പറയണം, എനിക്കിത് മറക്കണം. When you are cleaning your house, if something comes to your mind with your if your mother-in-law has told, that comes to your heart, just tell, Manasseh, I want to forget it. പ്രിയ സഹോദര, നീയും ഇടയ്ക്കിടയ്ക്ക് മനസ്സേ എന്ന് പറയേണ്ടതായിട്ടുണ്ട്. Beloved brother, you also need to say Manasseh in many areas of our life. ഒരു കുടുംബ ജീവിതത്തിൽ നമ്മൾ മറക്കുകയും പൊറുക്കുകയും ചെയ്യണം. We need to forget and forgive things in a family life. കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു മാതൃകയാണ്. This is one value which we have to take from the life of Lord Jesus. നമ്മള് അതുപോലെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, I would like to speak something else, another thing also. ചിലരുണ്ട്, അവര് ചെയ്ത തെറ്റുകൾ തന്നെ ഒത്തിരി ഓർത്തിരിക്കും. And there are people who remembers their own faults always. ബ്രദർ പറഞ്ഞല്ലോ ഇണയുടെ കുഴപ്പങ്ങൾ പെട്ടെന്ന് മറക്കണമെന്ന്, ഞാൻ മറക്കുന്നു. Brother, you told me that I should forget the things which my wife did to me. I will forget, no problem. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ മടയത്തരം കൊണ്ട് നമ്മൾ ഭൂതകാലത്തിൽ ചെയ്ത ചില കുഴപ്പങ്ങൾ ഉണ്ടാകും. But there may be many things which we ourselves did in our life because of our foolishness. അത് ദൈവവും ക്ഷമിച്ചു, ദൈവവും അത് മറന്നു. പക്ഷെ ദൈവം മറന്ന കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ ഓർത്തു വെക്കും. Even those things our Lord may have forgotten, but those things we keep in our mind. ദൈവം നമ്മളോട് ക്ഷമിച്ചു, പക്ഷെ നമ്മളോട് ക്ഷമിക്കാൻ നമുക്ക് തന്നെ കഴിയാതെ പോകും. The Lord has already forgiven us, but we are unable to forgive ourselves. അങ്ങനെയുള്ള ഓർമ്മകൾ ചിലപ്പോൾ കടന്നു വരികയില്ല. Many of these things may come to our heart many times. ചില ആളുകൾ അങ്ങനെയാണ്, തന്നെത്താനെ കുത്തി നോവിക്കുന്നതിൽ ഒരു സുഖം കണ്ടെത്തുന്ന ആളുകൾ. Many people are like that. They find a pleasure by pricking their own heart. അതായത് മറ്റുള്ളവരെ പീഡിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്നതിനെയാണ് സാഡിസ്റ്റിക് പ്ലഷർ എന്ന് പറയും. It is mentioned as sadistic pleasure in order to prick someone and get pleasure out of it. എന്നാൽ നമ്മളെ തന്നെ പീഡിപ്പിക്കുമ്പോഴും ചിലർക്കൊരു സുഖം കിട്ടും. അതൊരു മാനസിക രോഗമാണ്, മസോക്കിസം എന്ന് പറയും. Masochism, it's a problem which is called to trouble ourselves and find pleasure out of it. ആ നിലയിൽ ഒരു മസോക്കിസ്റ്റ് മനോഭാവം ഉള്ള ആരെങ്കിലും ഉണ്ടോ? Is there anyone here who is having a masochistic attitude? പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടയ്ക്ക് പറയുക, മനാശേ. Beloved, please tell often, Manasseh. എനിക്ക് എന്റെ പരാജയങ്ങളും മറക്കണം. I want to forget even my own failures. കർത്താവ് സന്തോഷകരമായ ഒരു ജീവിതത്തിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. The Lord has called me to lead a very happy life. ഞാൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ മഠയത്തരങ്ങൾ ചിലത് ചെയ്തു, പക്ഷേ ദൈവം അത് ക്ഷമിച്ചു. ദൈവം ക്ഷമിച്ച കാര്യം ഞാൻ ഓർത്തു വയ്ക്കുകയില്ല എന്ന് പറയുക. Yes, for sure, I have done many foolish things in my past life, but the Lord has forgiven me. What the Lord has forgiven, I will not remember hereafter. ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. I have heard a story. ഒരു പെൺകുട്ടി ഒരു ബീച്ചിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. A girl was walking through the beach. അവൾ നടന്നു പോകുമ്പോൾ അവളുടെ മനസ്സിലേക്ക് അവള് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ഒത്തിരി കുഴപ്പങ്ങളാണ് അവളുടെ ഓർമ്മയിൽ വരുന്നത്. As she was walking through the beach, many things which she did in her past life, she was remembering this. അവള് ദുഃഖാകുലയായി അങ്ങനെ നടന്നു പോകുമ്പോൾ അവള് വിചാരിച്ചു താനെ ചെയ്ത ഈ കാര്യങ്ങളൊന്നും ഇനി പരിഹരിക്കാനായിട്ടൊക്കെയില്ല. And as she was thinking all these things, she thought that she can never solve all these problems which she had created in her own life. അവള് നോക്കിയപ്പോ അവളൊരു നനഞ്ഞ മൺതരിയിലൂടെയാണ് നടന്നു പോകുന്നത്. അവള് ഓരോ കാലടി പതിപ്പിക്കുമ്പോഴും ആ കാലടിയുടെ ആഴത്തിലുള്ള ഒരു പാട് ബീച്ചിൽ അവശേഷിക്കുന്നുണ്ട്. She was walking through a wet land. As she was walking and keeping each step, she found that she left an impression of her foot behind her.
അപ്പൊ അവൾ വിചാരിച്ചു, ഞാൻ ഈ നടന്നു പോയിടത്തെല്ലാം ഇതുപോലെയുള്ള പാടുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്, ഇതിൽ നിന്ന് എനിക്കൊരു മോചനമില്ല എന്ന് അവൾ വിചാരിച്ചു. And she thought that wherever I was walking through all those places, I left an impression of my foot and I have no deliverance from this. തന്നെ കുറ്റപ്പെടുത്തിയും വേദനിച്ചും അവൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ She was accusing herself and walking through. അപ്പോഴേ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വരം അവൾ ഇങ്ങനെ കേട്ടു. Then she heard the voice of the Holy Spirit. നീ ഒന്ന് തിരിഞ്ഞു നോക്കുക, Just turn and see. ഒന്ന് തിരിഞ്ഞു നോക്ക. Just turn and see. അവള് വിചാരിച്ചു, എങ്ങോട്ടായി നീ പഴയകാല ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കാനാണോ? അപ്പൊ വീണ്ടും നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. She was thinking whether the Holy Spirit is prompting her to see her past life, and then again the Spirit told, just turn and see. അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവൾ നടന്നു വന്ന വഴിത്താരെ ഒന്ന് തിരിഞ്ഞു നോക്കി. And she turned and looked the way where she was walking through. അവള് വിചാരിച്ചത്, അവള് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവള് നടന്നു വന്ന ആ വഴിയില് അവളുടെ കാലടിപ്പാടുകൾ പതിച്ച ആ പാടുകൾ ഇങ്ങനെ കാണാൻ, 2 പാദങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നതിന്റെ പാടുകളുണ്ട്. She thought that she may turn and see the footprints which she left while she was walking all the way. ആ പാടുകളിൽ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ പെട്ടെന്ന് ആ കടലോരത്തേക്ക് ഒരു തിര കയറി വന്നു. And as she was looking and saw those footprints which she had left over, തിര ഈ കാലടിപ്പാടുകളുടെ മേളിൽ കൂടെ ഒഴുകിയതിനു ശേഷം അത് സമുദ്രത്തിലേക്ക് പിൻവാങ്ങി. These waves of the sea came and covered her footprints and went back to the sea. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അത്ഭുതം, തന്റെ പാടുകളൊന്നും അവശേഷിച്ചിട്ടില്ല. To her amazement, when she saw that nothing was remaining on that, her footprints was not there. ആ തിരമാല ആ കാലടിപ്പാടുകളുടെ പാടുകളെ പൂർണ്ണമായിട്ട് മായ്ച്ചു കളഞ്ഞു. And these waves of the sea has completely removed that impression which she had left behind her. പ്രിയ സഹോദര സഹോദരി, കർത്താവിന്റെ കരുണയും സ്നേഹവും ഈ നിലയിലാണ്. Beloved brother sister, it is exactly like the sea wave, the mercy and kindness of the Lord. നിന്റെ ജീവിതത്തിൽ, ഭൂതകാല ജീവിതത്തിലെ പാടുകൾ മായ്ച്ചു കളയുന്ന സ്നേഹത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ ഒരു വേലിയേറ്റം ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട്. There is a sea wave of kindness and mercy from the Lord which erases all the things of your past life. അത് മാഞ്ഞുപോയി നീ വിചാരിക്കുന്നത് ആ കാലടിപ്പാടുകൾ ഇന്നും അവിടെ കിടക്കുമെന്ന്. It is already disappeared, and it is not as you think that it will always remain in your past life. പ്രിയപ്പെട്ടവരെ, നമ്മള് പല കാര്യങ്ങളെ പറഞ്ഞല്ലോ. Beloved, we heard many things. നമുക്ക് യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരികയായിരുന്നല്ലോ. യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. യേശുവിനെ കണക്ക് കൂട്ടാൻ അറിഞ്ഞുകൂടായിരുന്നു. യേശു വലിയ മറവിക്കാരനായിരുന്നു. We were hearing from the Lord Jesus' life, and we saw 2 qualities, like Lord Jesus did not live a calculated life, and he forgot things very fast. യേശുവിന്റെ മറ്റൊരു പ്രത്യേകത, there's another quality of Lord Jesus. യേശുവിന് കിട്ടിയതിൽ തൃപ്തനായി. He was happy with what he received. കിട്ടിയതിൽ തൃപ്തിയുള്ള ഒരാളിന് ഈ ലോകത്ത് should we live like this, that we are content with what we have? അങ്ങനെ ഒരാൾക്ക് സഭാപ്രസംഗിയിൽ പറയുന്നുണ്ട്, മറ്റൊരാളോടുള്ള ഒരു അസൂയയിൽ നിന്നാണ് സകല പ്രയത്നങ്ങളും ഉത്ഭവിക്കുന്നതെന്ന് ഞാൻ കണ്ടെത്തി എന്ന് ശലോമോൻ പറയുന്നുണ്ട്. In Ecclesiastes, Solomon says all the hard work arises when we are jealous of others, when we see the result of others. എന്ന് വെച്ചാൽ അയൽപക്കക്കാരൻ അദ്ദേഹത്തിന്റെ വീട് ഓട് മാറ്റി ടെറസാക്കി. Our neighbor, he removed his roof tile and made a terrace roof. അത് കണ്ടപ്പോഴാ എന്നാ എനിക്ക് 2 നില വെക്കണം എന്ന തോന്നൽ നമുക്കുണ്ടായി. So when ആ ആളിനോടുള്ള അസൂയയിലാണ് നമ്മുടെ ഈ പ്രയത്നം ഉത്ഭവിച്ചത്. So when I saw that he changed his roof tile to a terrace tile, then I thought, okay, I will build my house 2nd story. It was the jealousy which I found against that person which led me to build it. അതേസമയം അങ്ങനെ അസൂയയില്ലാതെ തനിക്ക് കിട്ടിയ ആ വൃത്തത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ആളോ, ആ സംതൃപ്തനായ ആളിന് എപ്പോഴും കൊച്ചു ഓടിട്ട വീടേ ഉണ്ടാകുള്ളൂ, 2 നില വീട് ഉണ്ടാകില്ല. പ്രത്യേക അർത്ഥത്തിലാണ്, ഉദാഹരണത്തോട് ചേർത്താണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീടുകളുടെ കാര്യമല്ല പറഞ്ഞു. Just like an example, that person who is living in his boundary, he'll be content with whatever he receives. പ്രിയപ്പെട്ടവരെ, യേശു തനിക്ക് കിട്ടിയ ആ പരിമിതിയിൽ ഒതുങ്ങി നിൽക്കുന്ന ആളായി. Beloved, our Lord Jesus was content with whatever he received. യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ നോക്കിയാൽ അത് എത്ര ഹ്രസ്വവും എത്ര ചെറുതുമായ ഒരു ജീവിതമായിരുന്നു. When we look at the life of Lord Jesus, how small or how limited was his life. ഇംഗ്ലീഷിൽ ഒരു പുസ്തകമുണ്ട്, അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, യേശു ഒരു പുസ്തകം എഴുതിയിട്ടില്ല എന്നാണ് ആ തലക്കെട്ട്. There is a book in English, and the heading of this book is that Lord Jesus has never written books. നമ്മുടെ വിചാരം നമ്മൾ വലിയ ലോകത്തെ കാലത്തെ അതിജീവിക്കുന്ന വലിയ ക്ലാസിക്കൊക്കെ എഴുതി എന്നൊന്നും നമ്മൾ ആളുകളുടെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ വിചാരിച്ച് ആ പുസ്തകം എഴുതും.
We may write many books thinking that, okay, this book should be a remembrance to all the people who lived in my century. We write things in keeping this in mind. എന്നാൽ ഒരു പുസ്തകം എഴുതാത്ത യേശുവാണ് ഇന്നും 2000 വർഷങ്ങൾക്ക് ശേഷം ലോകത്തേറെ പേർ ഓർമ്മയിൽ അവശേഷിക്കുന്നത്. But it is this Lord Jesus who has never written a book, who is very fresh in the people's mind even after 2000 years. നോക്കുക, യേശു ഒത്തിരി യാത്ര ചെയ്തിട്ടില്ല. Lord Jesus has never traveled much. ഒരു 10-100 കിലോമീറ്റർ ചുറ്റളവിലെ യേശുവിന്റെ മൊത്തം ജീവിതം ഒതുങ്ങി നിന്നു. His life completely was in around 100 kilometers. തനിക്ക് ഒത്തിരി സമൂഹത്തിലെ ഒത്തിരി വലിയ ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ അവസരം ഉണ്ടായില്ല. He was not willing to get connected to all the high profiles of his lifetime. മുക്കുവരും മീൻപിടുത്തക്കാരും ഒക്കെയായ സാധാരണക്കാരായ കുറച്ചുപേരെയാണ് തനിക്ക് സ്നേഹിതരായിട്ട് കിട്ടിയത്. And he had very low people like fishermen, and who was very low caste in the society. ഏറ്റവും വലിയ ആത്മീയമായ സത്യങ്ങൾ താൻ പറയുമ്പോൾ അത് കേൾക്കാനായിട്ട് വന്നത് വളരെ സാധാരണക്കാരും സ്ത്രീകളും ഇനിയിപ്പോ അപ്പം കിട്ടുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളും ഒക്കെ ആയിരുന്നു. All these people who came to hear the wonderful spiritual truths were people like who didn't know anything. They were very low people, and they were expecting that whether they will get something to eat, all these things. പക്ഷേ ആ ആളുകളെ കുറിച്ച് യേശുവിന് ഒരു അസംതൃപ്തി ഉണ്ടായിരുന്നില്ല. But the Lord was not feeling uncomfortable with all these people. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുക. The Gospel of John chapter 17. അവിടെ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു. In verse 2, Lord says like this. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. Whom you have given him, he may give eternal life. അപ്പോ ഈ നിത്യജീവൻ കിട്ടാൻ തന്റെ അടുത്ത് വരുന്നവരെ യേശു എന്തായിട്ട് കാണുന്നു? എനിക്ക് എന്റെ പിതാവ് സ്നേഹത്തോടെ നൽകിയ ആളുകൾ എന്നുള്ള നിലയിൽ കാണുന്നു. The Lord sees these people whom he gives eternal life as his Father has given those people to him. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നീ പിതാവേ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. And he says in verse 6 that, oh Lord, I have given your name to those people whom you have given to me. ഒരു പക്ഷേ 10-12 മീൻപിടുത്തക്കാരോ മുക്കുവരോ ആയിരിക്കാം, അവർക്കായിരിക്കാം എന്റെ നാമം വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത്. Maybe it is to 10 or 12 people who are very low, that is fishermen, to whom your name has been revealed to. പക്ഷെ അവരെയാണ് പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ളത്, അതിൻ്റെ അകത്ത് എനിക്കൊരു പരാതിയില്ല. Oh Lord, it is these people whom you have given to me, and I am perfectly happy with it. അതിന്റെ 9-ാമത്തെ വാക്യത്തിലും നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നു. In verse 9 says, I ask on behalf of the world, but to those whom you have given me. അപ്പൊ തന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തില് തനിക്ക് ഇടപെടാൻ വന്ന ആളുകളെ യേശു എങ്ങനെയാ കണ്ടത്? പിതാവ് പ്രത്യേകമായിട്ട് എനിക്ക് തന്ന ആളുകൾ എന്ന നിലയിലാണ് കണ്ടത്. So how did Lord Jesus see the people who came to meet him as the heavenly Father gave him? തന്റെ പ്രവൃത്തികളെ കുറിച്ച് യേശു പറയുന്നു. അതിന്റെ 4-ാമത്തെ വാക്യം, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി, അങ്ങനെയാണ് അതിനെ കുറിച്ച് പറയുന്നത്. In verse 4, Lord Jesus says, I have accomplished the work which you have given me to do. നോക്കുക, അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. In verse 8 says, the words which you gave me I have given to them. അപ്പൊ ഞാൻ പറഞ്ഞ വാക്കുകൾ ഒക്കെ എന്റേതല്ല, നീ എനിക്ക് തന്നതാ. So all the words which I speak, it is not I who speaks, but the words which you gave to me. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നീ അവരെ എനിക്ക് തന്നു, നീ എനിക്ക് തന്നതല്ല എന്നെല്ലാം യേശു ആവർത്തിച്ച് പറയുന്നു. In verse 7 that you have given them to me, and whatever you have given to me I have given to them. എന്താ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം? What lesson should we learn from all these things? നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളെ നമുക്ക് കിട്ടിയെന്ന് വരികയില്ല. We may not get people whom we like. എന്നാൽ നമുക്ക് കിട്ടിയവരെ ദൈവം എനിക്ക് തന്ന സമ്മാനമാണ് എന്ന നിലയിൽ അംഗീകരിക്കുകയും ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും വേണം. But we should accept those people who come to us as God has given them to me, and I should be pleased with them. ഇന്ന് വിവാഹ ജീവിതം കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞിട്ടും ചില സഹോദരിമാർ പറയുന്നത്, even after 25 years of married life, some sisters say like this, അന്ന് എത്ര കൊള്ളാവുന്ന ആളുകളുടെ ആലോചനയാ വന്നത്, എന്നിട്ട് ഈ മനുഷ്യനെയാണല്ലോ ഒടുവിൽ എന്റെ തലയിൽ. At the beginning time, how many good proposals came to me, and I got married to you only. അപ്പൊ 25 വർഷത്തിന് ശേഷവും ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു പോകുന്നത് ഈ മനുഷ്യനല്ല, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഇന്നയാളായിരുന്നു എനിക്ക് വരേണ്ടിയിരുന്നത് എന്നാണെങ്കിൽ യേശുവിന്റെ ഈ സ്വഭാവത്തിൽ നിന്ന് എത്രയോ കാലം അകലെയാണ് നമ്മൾ.
So even if you are thinking still now after 25 years of married life that it was not the exact life partner that God has given to you, but it was someone else. If you are thinking like that, how can we come to this verse and say, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്നവരെ നമുക്ക് കിട്ടിയെന്ന് വരികയില്ല. പക്ഷെ നമുക്ക് കിട്ടിയവരെ ദൈവം നമുക്ക് തന്ന സമ്മാനമായിട്ട് നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കും. Beloved, we may not get people whom we like, but we should accept that it is given to us by our Lord. ഒരു വിജയകരമായ കുടുംബജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകം അതാണ്. It is a foundation of a good married life. ദൈവം എനിക്ക് തന്നതാണ് ഇവൾ, എനിക്ക് ദൈവം തന്ന ആളാണ് ഇദ്ദേഹം എന്നുള്ള ഒരു അംഗീകാരം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുണ്ടാവണം. We should accept this fact that this person is the exact partner which the Lord has given me for my life. തീർച്ചയായും ആ അദ്ദേഹവും അവളും പൂർണ്ണരായ ആളുകളല്ല. Definitely your partner is not a perfect person. അവരെക്കാളും മെച്ചപ്പെട്ട ആളുകളൊക്കെ ചുറ്റുപാടും വേറെ കണ്ടിട്ടുണ്ടാവും. There may be many people who are good in all activities than your life partner around you. സഭയിൽ പോലും പലപ്പോഴും വന്നേച്ച് അവസാനം വീട്ടിൽ ചെന്നിട്ട് ഭർത്താവ് ഭാര്യയോട് പറയുന്ന, ഇന്ന ആളിന്റെ ഭാര്യ ഇന്ന് പാടിയ പാട്ട് എത്ര നന്നായിരുന്നു. അങ്ങനെ പറയുന്ന പടയന്മാരായ ഭർത്താക്കന്മാർ ഇപ്പോഴും ഉണ്ട്. Even after attending the church meeting and going to your house, the husbands may say, oh, that sister, that she sang very well to her own wife. The husband may say, ഞാൻ ഇന്ന സഹോദരന്റെ വീട്ടിൽ ചെന്നു, അവിടെ ആ സഹോദരി ഉണ്ടാക്കി തന്ന ആ ചായ ഉണ്ടല്ലോ, ആ ചായയാണ് ചായ. And I went to this brother's house and that sister gave me a beautiful tea. That is the real tea. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയതിൽ നമ്മൾ തൃപ്തരായിരിക്കണം. നമുക്ക് കിട്ടിയതിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യരുത്. Beloved, we should be happy with what we have received. We should not compare that with anyone else. സംതൃപ്തമായ ഒരു കുടുംബജീവിതത്തിന്റെ ഏറ്റവും ആധാരശിലയായിരിക്കുന്ന ഒരു ഘടകം അതാണ്. It is the main base to a happy married life, to be content with what we have received. നിങ്ങൾ ലോകത്തെ ആദ്യത്തെ ഭർത്താവ് ആദമിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? Have you thought about the first husband in the world, that is Adam? ആദമിനെ ദൈവം നോക്കിയപ്പോൾ അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. When Lord looked at Adam, he found that it is not good for Adam to be alone. എന്നാൽ ആദമിന് ഒരു തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കണം. So a perfect partner should be made for Adam. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? So what did the Lord do? ദൈവം കാണാൻ കൊള്ളാവുന്ന 10 പെൺകുട്ടികളെ ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ടുവന്ന് ആദമിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് നിനക്ക് വേണ്ടവരെ നീ തെരഞ്ഞെടുത്തുകൊള്ളുക. അങ്ങനെയാണോ ചെയ്തത്? Did God make 10 beautiful women and call Adam and say, Adam, you choose one which is best for you? Did God do like that? അങ്ങനെയല്ല. It was not like that. ആദമിന് ഒരു ഹവ്വയേ ഉള്ളൂ. There is only one Eve for Adam. ഒരേ ഒരു ഹവ്വയെ ഉണ്ടാക്കിയിട്ട് ഇതാണ് നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാ ചെയ്യുന്നത്. The Lord made one Eve and gave to Adam and told, this is your wife. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് തെരഞ്ഞെടുപ്പിന് ഒത്തിരി സാധ്യതകളുണ്ട്. In this present generation there are a lot of options for us to make a choice. പക്ഷേ ദൈവം അവസാനമായിട്ട് ആത്യന്തികമായിട്ട് നമ്മുടെ കയ്യിൽ തരുന്ന ആളിനെ ഇവളാണ് എനിക്ക് വേണ്ടി സ്പെഷ്യലി പ്രിപ്പയർഡ് എന്നുള്ള നിലയിൽ, ആദമിന് ഹവ്വയെ സൃഷ്ടിച്ചതുപോലെയാണ് എനിക്ക് വേണ്ടി ദൈവം ഇവളെ സൃഷ്ടിച്ചത് എന്നുള്ള നിലയിൽ ഒരു അംഗീകാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. But we should accept this fact after getting married, that this is the woman which the Lord has done for me, or this is the husband which the Lord has definitely planned for me. This should be there in our heart always. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച കാര്യം. Therefore, similarly regarding the children in the family life. ഇന്ന ബ്രദറിന്റെ കുഞ്ഞ് 100ന് 100 മാർക്കും കിട്ടി, ഇവനോട് ഈ വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നു 15 മാർക്ക്. You may say, oh, this brother's son, he got 100 out of 100 in all the subjects, and my son, he has got only 15 marks. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ IQ ഒരുപോലല്ല. Beloved, the IQ level of all of us are different. നമ്മുടെയൊക്കെ ശാരീരികമായ ആരോഗ്യമോ സൗന്ദര്യമോ ഒരുപോലെയല്ല. Our beauty or our physical strength all differs from each other. കുട്ടികളെ ഒരിക്കലും മറ്റൊരു അടുത്ത വീട്ടിലെ കുട്ടിയോട് താരതമ്യം ചെയ്ത് അവനെ അപമാനിക്കല്ലേ. Never humiliate your child by comparing him with your brother's or sister's child. അവന് ദൈവം കൊടുത്ത അവന്റെ ബുദ്ധിയുണ്ട്. He has got the intelligence which the Lord has given to him. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, പല വീടുകളിലും നമ്മള് മാർക്ക് വരുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ കുഞ്ഞിനെ പിടിച്ചിട്ട് അടിക്കുന്നതാ കാണുന്നത്. Many times when we go visit a house, when the report card comes for the child, we can see that the parents are beating the child. സഹോദരി പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് കുഞ്ഞിനെ അടിക്കുന്ന കാണുമ്പോൾ നമ്മൾ ആ സഹോദരിയുടെ അടുത്ത് തടസ്സം പിടിക്കാൻ ചെല്ലുന്നു.
We may tell the sister, stop it, don't beat your child because of this reason. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അവൻ തോറ്റുപോയി, പരീക്ഷയ്ക്ക് തോറ്റുപോയി എന്ന് വിചാരിച്ചാ നമ്മൾ സഹോദരിയോട് എന്തിനാ അടിക്കുന്നത് എന്ന് ചോദിക്കുന്നു. We may ask the sister, why you are beating, keeping in mind that maybe the child has failed for his subject. അപ്പൊ ഈ സഹോദരി പറയുക, ബ്രദറെ 100ൽ ഇവന് 99 കിട്ടിയിട്ടുള്ളൂ, ആ ഒരു മാർക്ക് എവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ ഈ അടിക്കുന്നത്. And then that sister may tell to us, oh brother, he got only 99 out of 100. Where is that 1 mark? That's why I am beating him. നമ്മൾ വിചാരിച്ച 100ൽ 0 കിട്ടിയാലായി ഇത്ര ഈ അടി നടക്കുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചത്. We may see the scenario and think that the child has got only 0 marks out of 100. 100ൽ 99 കിട്ടി എന്നുള്ളതല്ല, കിട്ടാതെ പോയ ഒരു മാർക്കാണ് നിന്നെ കുതിരയാക്കുന്നത്. It is not that the child has secured 99 marks, but it is the 1 mark which he lost which made you angry against the child. ഈ ലോകത്തിന്റെ രീതികളൊക്കെ അങ്ങനെയാണ്. നമുക്ക് കിട്ടിയതിലല്ല തൃപ്തി, കിട്ടാതെ പോയതിലുള്ള അതൃപ്തിയാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. The thing which rules this world is that not to be happy in what we received, but to be unhappy in what we have not received. ഓരോ ദിവസവും സന്തുഷ്ടമാകാൻ ഞാനൊരു ചെറിയ വഴി പറയാം. I'll tell you a small idea to make your life happy every day. ചില ദിവസങ്ങൾ നമ്മൾ എണ്ണീക്കുമ്പോൾ നമുക്ക് തോന്നുകയില്ല ഇന്ന് ഒന്നും പറ്റുകയില്ല, ഇന്നല്ല എന്റെ കാര്യമല്ല കുഴപ്പമാണ് എന്നൊക്കെ നമുക്ക് തോന്നുകയില്ല. Some days when we get up in the morning we may think, oh, this day is not so good, now today nothing will work out for me. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ ഒരു ചെറിയ കടലാസും പേനയും എടുക്കുക. At that time just take a piece of paper and a pen. നിങ്ങൾക്ക് കിട്ടിയ എത്ര നന്മകളുണ്ട് അതൊന്ന് ലിസ്റ്റ് ചെയ്യുക. And just list down all the blessings which you have received from the Lord. നാട്ടിൽ എത്രയോ പേര് തൊഴിലില്ലാതെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു രാജ്യത്ത് നമുക്കൊരു ജോലി കിട്ടിയാൽ, when many are unemployed and they are living their life back in your country, we have got a good job the Lord has given us. എല്ലാവരും അർത്ഥപട്ടിണിയായിട്ടൊക്കെ നാട്ടില് എന്നെക്കാളും മിടുക്കരായ ആളുകൾ കഴിയുമ്പോൾ എനിക്ക് ഇത്രയും നല്ല ഒരു റെസ്റ്റോറന്റിൽ കയറി കഴിക്കാൻ കഴിയുന്നുണ്ട്. And when many people are starving without food, I am able to have good food in this restaurant. എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത വലിപ്പമുള്ള ഒരു വണ്ടി ഓടിച്ച് എനിക്ക് ഇതിലെ നടക്കാൻ കഴിയുന്നുണ്ട്. And I am driving a big vehicle which I couldn't have dreamt of in my past life. നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക. നിങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങൾക്ക് ദൈവത്തോട് നമുക്ക് നന്ദിയല്ലാതെ പരാതി പറയാൻ വല്ല കാരണവുമുണ്ടോ? If we honestly sit and evaluate our life, there will be only time to praise the Lord, not to complain against the Lord for all the blessings. നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് കിട്ടിയതാണോ? ദൈവത്തിന്റെ ദാനമല്ലേ? Did we receive all this because of our ability, or is it a blessing from the Lord? ലിസ്റ്റിൽ ഒരു 4-5 എണ്ണം എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നന്ദി കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയും. When you have already listed down 4 or 5 blessings of the Lord, then you will be sobbing already. ജീവിതം നമ്മൾ വിചാരിച്ച പോലെ അത്ര നിരാശജനകമല്ലല്ലോ എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും. We may think, oh, my life is not so troublesome. പ്രിയപ്പെട്ടവരെ, കിട്ടിയതിലുള്ള ഒരു തൃപ്തി നമുക്കുണ്ടാകും. Beloved, let us be content with what we have received. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ അവര് ചിലപ്പോൾ ചില അസുഖങ്ങളുള്ള കുട്ടികളായി. Maybe some children may have some problems, some diseases. സാഗ്നർ ഒരിക്കലും പറഞ്ഞ ഒരു ഉദാഹരണം എന്റെ മനസ്സിൽ വരും. Brother Zach has given an illustration, it comes to my mind. അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ മാതാപിതാക്കള് അവർക്കുള്ള കുഞ്ഞ് ഒരു ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞാണ്. When he visited a family, their child was having a disease called autism. അവരെ ആ കുട്ടിയുടെ കാര്യം ബ്രദറിനോട് പറഞ്ഞു. And those parents told about this child to brother. അപ്പോ സഹോദരൻ അതിനെ വ്യത്യസ്തമായ ഒരു ആംഗിളിൽ ആ കാര്യം ഇങ്ങനെ പറഞ്ഞു. And brother dealt with that issue in a different manner. അദ്ദേഹം പറഞ്ഞത്, ദൈവത്തിനറിയാം ഈ കാലഘട്ടത്തിൽ ഈ സ്ഥലത്ത് ഇങ്ങനെ ഓട്ടിസമുള്ള ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് അയക്കണം എന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. It is a purpose of God that at this time of the age, in this place, he had to send a person with the disease called autism. അപ്പൊ ദൈവം മേളിൽ നിന്ന് നോക്കി, ഇങ്ങനെയുള്ള ഈ കുഞ്ഞിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കണം, അവനെ കരുതണം, അവനെ സ്നേഹിക്കണം. ആരെങ്ങനെ ചെയ്യും? So if I send this child to earth with this disease, I need to get the parents who should take special care for this child. And who will do this? നിങ്ങൾക്കറിയാവുന്ന ഇന്ന കുടുംബത്തെ ദൈവം നോക്കി. And God looked specifically into your family. അവിടെ ഈ കുട്ടിയെ അയച്ചാലോ? And if I send this child to that family, ഇല്ല അവരത് കുട്ടിയെ വേണ്ട പോലെ നോക്കുകയില്ല. No, they would not look to very carefully this child. എന്നാൽ മറ്റേ കുടുംബത്തിൽ അയച്ചാലോ? And he looked on to another family. അങ്ങനെ ദൈവം ഈ കാലഘട്ടത്തിൽ ഈ പ്രദേശത്തുള്ള പല കുടുംബങ്ങളും നോക്കി. Same way the Lord searched many families who were there in that time in order to send this child. ഈ കുഞ്ഞിനെ ഭൂമിയിലേക്ക് അയക്കാൻ യോഗ്യമായിട്ടുള്ള പല കുടുംബങ്ങളും നോക്കി അവസാനം അതിൽ നിന്നെല്ലാം നിങ്ങളാണ് ബെസ്റ്റ് എന്നുള്ള നിലയിൽ നിങ്ങളെ തെരഞ്ഞെടുത്തു. And after finding many families, the Lord finally established that, okay, I will send this child to your family because you will take care of them.
നിങ്ങളാണെങ്കിൽ ആ കാര്യം അത് ആ കുഞ്ഞിനെ വേണ്ടതുപോലെ നോക്കും എന്ന് ദൈവത്തിന് ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ കുഞ്ഞിനെ തന്നത്. ആ ദൈവം പ്രത്യേകമായിട്ട് തന്നതാണ് എന്ന് ബ്രദർ പറഞ്ഞു. It is because the Lord is very sure that you will take care of her, so that the Lord has given her into your family. ഭാര്യയുടെയും ഭർത്താവിന്റെയും ആ കുഞ്ഞിനെ കുറിച്ചുള്ള മനോഭാവത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. And when they heard this statement from brother, they were relieved. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് അനുവദിക്കുന്ന കാര്യങ്ങളെ, സാഹചര്യങ്ങളെ ദൈവത്തിൽ നിന്ന് ലഭിച്ചതായിട്ട് നമ്മൾ സ്വീകരിക്കുക. Beloved, the circumstances or issues which we face in our life, we have to believe that it is coming from the Lord. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. 12 മീൻപിടുത്തക്കാരെ കിട്ടി. ഇവരെ ദൈവം എനിക്ക് തന്നതാണ് എന്ന് കർത്താവ് വലിയ കാര്യമായിട്ട് പറയുന്നു. This is what we see in the Gospel of John chapter 17. He received 17 fishermen just as his heavenly Father has given to him. നമുക്ക് ആ നിലയിൽ നമ്മുടെ ജീവിത പങ്കാളിയെ കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു അംഗീകാരം ഉണ്ടായിരിക്കണം. This should be our attitude towards our life partner and our children in our family life. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. I would like to say one more thing. യേശുവിന്റെ ജീവിതത്തിലെ പല കുറവുകളെ കുറിച്ച്, പല പരിമിതിയെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. We were discussing about many things which were lacking or limitations in Jesus' life. യേശുവിനെ കണക്കറിഞ്ഞുകൂടായിരുന്നു, യേശു മറവിക്കാരനായിരുന്നു. He did not know calculation, or he was a forgetful person. കിട്ടിയതില് അതിനെ അംഗീകരിച്ച് അതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നു. He was a person who accepted and he was content with what he received. അതുപോലെ തന്നെ യേശുവിനെ സംബന്ധിക്കുന്ന വേറൊരു പരിമിതിയായിട്ട് വാൻവാൻ പറയുന്നത് യേശുവിന് പക വീട്ടാൻ അറിയാത്തവനായിരുന്നു. And another quality which this person mentions is that the Lord did not know how to take revenge on people. അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അറിഞ്ഞുകൂടാത്ത. And he did not know how to pay back the other person in the same coin. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ ഈ ഒരു സ്വഭാവം നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. This quality of Lord Jesus will be very helpful in our family life. യേശുവിനെ ക്രൂശിക്കുന്ന ആ സന്ദർഭം നമ്മൾ ഓർക്കുക. Let us take to your mind this situation when Lord was about to be crucified. അന്ന് ആ യെരുശലേമിന്റെ തെരുവീഥിയിൽ ആളുകൾ ആർത്തു വിളിച്ചു, അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക. In the streets of Jerusalem at that time, people were shouting, "Crucify him!" കെട്ടപ്പെട്ടവനായി യേശു ആ കുരിശുമേന്തി നടന്നു പോകുമ്പോൾ ആരാണ് അങ്ങനെ പറയുന്നത് എന്ന് ചിലപ്പോൾ താൻ നോക്കിയിട്ടില്ലേ? And when Jesus was carrying his cross all through the streets, he may have looked on the people who were shouting against him. ആരാണ് അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നത്? ഒരു സമയത്ത് അവന്റെ വചനം കേട്ടവർ, അവൻ കൊടുത്ത അപ്പം തിന്ന് തൃപ്തരായവർ, അവൻ സൗഖ്യം നൽകി ആ സൗഖ്യം ഏറ്റുവാങ്ങിയവർ. Who were telling to crucify him? Once the people who listened to him, who received the food which he had given, and who received the healing with which he had healed. യേശു ക്രൂശിൽ കിടന്നതിനെ കുറിച്ച് അതുപോലെ തന്നെ ഈ യഹൂദന്മാരുടെ ഒരു കഥയുണ്ട്. There is a story from the Jews about the situation in which Lord Jesus was hanged on the cross. യേശു ക്രൂശിതനായി അങ്ങനെ കിടക്കുകയാണ്. Lord Jesus was crucified on the cross. അപ്പോ ലോകത്തെ മുഴുവൻ ജനങ്ങളും യേശുവിനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും കല്ലെടുത്തെറിയുകയും ഉപദ്രവിക്കാൻ കഴിയുന്നതൊക്കെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. All the people were doing everything against the Lord, humiliating him, throwing stones at him and cursing him. അപ്പൊ ആ ഗോൽഗോഥയിലെ മലയിലേക്ക് ഒരു അന്ധനായ ഭിക്ഷക്കാരൻ കയറി വന്നു. And a blind beggar was coming to this place called Golgotha. മദ്യപനായ അന്ധനായ ആ ഭിക്ഷക്കാരൻ അവനും ഈ ആൾക്കൂട്ടത്തിന്റെ ശബ്ദം കേട്ട് അവനും നസ്രായനെ ആക്ഷേപിച്ച് സംസാരിക്കാൻ തുടങ്ങി. And this blind person also started cursing and talking bad about Jesus, hearing the words of other people. ആളുകളെല്ലാം ഇവനെ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആളുകളൊക്കെ അവനെ പ്രോത്സാഹിപ്പിച്ചു. And when he also started cursing Jesus, people were encouraging him also. ആളുകളുടെ ആ പ്രോത്സാഹനം കേട്ട് ഇവൻ തന്നെ മറന്ന് കൂടുതൽ യേശുവിനെ ആക്ഷേപിക്കാനും കൂടുതൽ ആളുകളുടെ മുമ്പിൽ കയ്യടി കിട്ടാൻ യേശുവിനെ ഉപദ്രവിക്കാനും നോക്കുകയാണ്. And this blind person, hearing the encouragement from other people, started all the more cursing and telling bad about Lord Jesus in order to get clapping from them. യേശു കിടക്കുന്ന ആ ക്രൂശിന്റെ ചുവട്ടിൽ വന്നപ്പോ അവിടെ ഒരു പടയാളി കുന്തവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. And when he came to the bottom of the cross where Jesus was hanged, there was a soldier standing with a spear. അന്ധൻ തപ്പിത്തിരിഞ്ഞ് അവിടെ വന്നപ്പം യേശു കിടക്കുന്ന ക്രൂശിന് നേരെ നോക്കി തുപ്പിയതിന് ശേഷം അവൻ കണ്ടു ഇതൊരു കുന്തമാണ് ഇയാളുടെ കയ്യിലിരിക്കുന്നതെന്ന് കണ്ടു. And this person, after coming to there and spitting on the cross, he saw that there was a spear on the soldier's hand. അവന് ആ കുന്തം ഇങ്ങോട്ട് വാങ്ങിച്ചു.
And this person got the spear from the soldier's hand. എന്നിട്ട് ആ കുന്തം കൊണ്ട് യേശുവിന്റെ വിലാപ്പുറത്ത് അവനെ കൊണ്ടാകുന്ന പോലെ അവനും കുത്തി. And he took the spear and he pierced into the body of Jesus as he could. ആ കുന്തം വലിച്ചെടുത്തപ്പോൾ ആ കുന്തത്തോടൊപ്പം 2 തുള്ളി രക്തം കൂടെ യേശുവിന്റെ മാർവിൽ നിന്ന് വീണു. And when the spear was taken back from the body of Jesus, 2 drops of blood also fell from the body of Jesus. ആ 2 തുള്ളി രക്തം ഇവന്റെ അന്ധമായ കണ്ണുകളിലാണ് വന്ന് പതിച്ചത്. And this 2 blood from the body of Jesus fell onto the eyes of this blind person. എന്തൊരു അത്ഭുതം! പെട്ടെന്ന് അവന്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചു. And immediately his eyesight was restored. നോക്കുക പ്രിയപ്പെട്ടവരെ, യേശുവിനെ ആക്ഷേപിക്കുന്ന ഒരാൾക്കും യേശുവിനെ രക്തം അവനെ സൗഖ്യം നൽകുന്ന രക്തമാണ്. We can see the scenario where a person is healed even though he is cursing Lord Jesus. പ്രിയപ്പെട്ടവരെ, ഇത് ബൈബിളിലുള്ള ഒരു കഥയല്ല, യഹൂദന്മാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള അവരുടെ ഇടയിൽ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കഥയാണ്. Beloved, it is not mentioned in the Bible, but this is from a story book which is widespread among the Jews. തന്നെ ഉപദ്രവിക്കുന്നവർക്ക് പോലും അവിടുന്ന് തിരിച്ച് നന്മ ചെയ്യുന്നവനാണ് യേശു. He is a person who do good things to the people even who do bad things to him. ചില കുടുംബങ്ങളിൽ ഭാര്യയോ ഭർത്താവോ കർത്താവിനെ അറിയാത്തവരായിരിക്കും. In some families, either the husband or the wife may not know the Lord. അങ്ങനെയുള്ളവരോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് അവരെ ദൈവഹിത പ്രകാരം കർത്താവിന്റെ ഈ സ്വഭാവത്തോട് ചേർന്ന് നമുക്ക് അവരെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്? How should we deal with such people in relation to the nature of Lord Jesus Christ? അവരെ സ്നേഹിച്ചും അവരെ ആദരിച്ചും ശുശ്രൂഷിച്ചും മാത്രമേ അവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയൂ. We should love them, comfort them and serve them. Then only we can win them in Christ. ഒരു പക്ഷേ അവരെ സ്നേഹിക്കാൻ ചെല്ലുമ്പോൾ ആ സ്നേഹിക്കാൻ ചെല്ലുന്ന കൈകളെ തിരിച്ചടിക്കുകയായിരിക്കും അവർ ചെയ്യുന്നത്. Maybe you go to serve or love the person, that person may beat you back. ഭർത്താവിന് വേണ്ടി സ്നേഹത്തോടെ ഉണ്ടാക്കിയ ആ ഭക്ഷണ സാധനം മദ്യപനായ ഭർത്താവ് അതൊന്ന് രുചിച്ചു നോക്കുക പോലും ചെയ്യാതെ അത് വലിച്ചെറിയുകയായിരിക്കും ചെയ്യുന്നത്. Maybe the wife may prepare a good dish for your husband, but the husband who is a drunkard, he without even tasting the good dish, he may just throw it away. എന്താ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്? What should we do at that time? അവരെ വേണ്ടെന്ന് വെക്കുകയാണോ? Should we just tell that okay, I'll go away from here? നമ്മൾ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ when we go to 1 Corinthians chapter 7, അവിടെ നമ്മളെ കാണുന്നുണ്ട്. അതിന്റെ 12-13 വാക്യങ്ങൾ നോക്കുക. We see from verse 12 and 13. ഒരു സഹോദരന് അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരുന്നാൽ അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിച്ചാൽ അവളെ ഉപേക്ഷിക്കരുത്. അതുപോലെ അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. If any brother has a wife who is an unbeliever and she consents to live with him, he must not divorce her. And a woman who has an unbelieving husband and he consents to live with her, she must not send her husband away. പലരും വിചാരിക്കുന്നത് കർത്താവിനെ അറിയാവുന്ന ഒരു ജീവിത പങ്കാളിയായിരുന്നെങ്കിൽ കാര്യങ്ങൾ എനിക്ക് വ്യത്യാസമാകുമായിരുന്നല്ലോ. Many people think that if I had a life partner who knew the Lord, the things may be different. അത് ശരിയാണ്, കാര്യങ്ങൾ വ്യത്യാസമാകുമായിരുന്നു. പക്ഷേ ദൈവം തന്റെ സർവജ്ഞതയിൽ കർത്താവിനെ അറിയാത്ത ഒരു ജീവിത പങ്കാളിയാണ് നിനക്ക് തന്നത്. Yeah, the things may be correct, but it is according to the absolute knowledge of God that the Lord has given you a partner who does not know the Lord. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് പത്രോസ് പറയുന്നുണ്ട്. Peter says in his letter how we should deal with such people. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ നോക്കുക. 1 Peter chapter 3, the first verses. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. In the same way, wives, be submissive to your own husbands. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാണ്. If any of them are disobedient to the word, they may be won without a word by the behavior of their wives. അവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രയോഗമുണ്ട്. One thing which amazed me in that verse is വചനം കൂടാതെ എന്ന പ്രയോഗമാണ്. Without a word. നമ്മുടെ വിചാരം ദൈവവചനമാ ഒരാളെ രൂപാന്തരപ്പെടുത്തുന്നതെന്നായിരുന്നു നമ്മുടെ വിചാരം. We were thinking that it is a word of God which transforms a person. പക്ഷെ ഇവിടെ പത്രോസ് പറയുന്ന വചനം കൂടാതെ തന്നെ സഹോദരി, ആ വചനം ജീവൻ വെച്ചതുപോലെയുള്ള നിന്റെ പെരുമാറ്റം കാണുമ്പോൾ വചനം കൂടാതെ തന്നെ അവൻ എന്തായിത്തീരും? അവൻ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് നിന്റെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്?
Peter meant that without using the word of God, but the word has become flesh in you, and seeing the behavior of you, then the other partner may be one. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് അനുസൃതമായിട്ട് തിരിച്ചു പെരുമാറാതെ തിന്മ കൊണ്ട് നമ്മളെ നേരിടുന്ന ആളുകളെ, അത് കുടുംബജീവിതത്തിലാണെങ്കിൽ അവരെ എങ്ങനെയാണ് നേർവഴിക്ക് കൊണ്ടുവരാൻ ഒക്കുന്നത്? അവരെ നന്മയാൽ തിന്മയെ ജയിച്ചുകൊണ്ട് മാത്രമേ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. We can only win people by doing good against evil which they do to us. ഒരു കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ബ്രൂസ് കാരൽ എന്ന് പറഞ്ഞ ദമ്പതിമാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിലെ ഒരു കഥ ഞാൻ ഓർക്കുന്നുണ്ട്. I remember about a family called about a husband and wife called Bruce and Carol, which they writes about the family life. അവര് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാരാണ്. അവര് മനഃശാസ്ത്രജ്ഞരാണ്. They were psychologists who lived in America. അവര് വിചാരിച്ചു അമേരിക്കയിൽ ഒത്തിരി വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു വിവാഹം തുടങ്ങുമ്പോൾ മുതൽ അതിനെ നമുക്കൊരു കേസ് സ്റ്റഡി ആയിട്ട് പഠിക്കണം. So they found that there are many divorces happening in America. So just when a couple starts living, we should study their life. അപ്പൊ രണ്ടുപേര് അന്യോന്യം സ്നേഹിച്ച് രണ്ടുപേരും സന്തോഷമായിട്ടൊരു വിവാഹം കഴിച്ച ഒരു രംഗത്ത് ഈ ഭാര്യയും ഭർത്താവിനെയും ഈ ദമ്പതികൾ ഇന്റർവ്യൂ ചെയ്തു. And this Bruce and Carol went to interview a husband and wife who were just married and were starting their life happily. ഇന്റർവ്യൂ ചെയ്തപ്പോ ഭാര്യ പറഞ്ഞു, ഇത്രയും നല്ലൊരു ഭർത്താവിനെ എനിക്കില്ല, ഞാൻ എത്ര നാൾ കാത്തിരുന്ന ഇത്രയും നല്ലൊരാളിനെ കിട്ടിയത്. And after while interviewing, this wife told, I got a very perfect husband, I'm very happy with him. ഭർത്താവ് പറഞ്ഞു, ഇത്രയും നല്ല ഇവളെ കിട്ടാൻ വേണ്ടി ഞാൻ തപസ്സിരുന്ന് കിട്ടിയതാ, എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു. And this husband also told, I am very happy because I also have received a perfect wife after long prayers. ആദ്യത്തെ ഇന്റർവ്യൂ, the first interview. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് ഇവരെ ബ്രൂസും കാരലും വീണ്ടും ഇവരെ ഇന്റർവ്യൂ ചെയ്യാൻ ചെയ്തു. After 6 months, Bruce and Carol again went to interview them. അന്ന് ആദ്യം കണ്ട ചിരിയൊന്നും രണ്ടുപേരുടെ മുഖത്തില്ല. But now they don't have that great smile which they had in the beginning. ഭാര്യയുടെ മുഖത്ത് ഒരു കടന്നലോ മറ്റോ കുത്തിയതുപോലെ അതാകെ വീർത്തിരിക്കുന്നു. In wife's face, it was as if she was bitten by some insect. അപ്പോ ഇവര് ആ സഹോദരിയെ ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. And they started interviewing this wife. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോ 6 മാസം കഴിഞ്ഞല്ലോ. You have completed 6 months of your married life. ആട്ടെ, നിങ്ങളുടെ കുടുംബജീവിതം ഇപ്പോഴും എങ്ങനെയുണ്ട്? എത്ര നാള് നിങ്ങൾ ഇനി ഇങ്ങനെ നിലയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്? How is your married life now, and how long do you would like to stay together? അവൾ പറഞ്ഞു, ഞാന് ഉടനെ തന്നെ ഈ പുള്ളിക്കാരനെ വിവാഹമോചനം ചെയ്യാനായിട്ടിരിക്കുകയാണ്. And this wife told, very soon I will divorce. അപ്പൊ ഇവര് ചോദിച്ചു, എന്നിട്ട് എന്താ 6 മാസം നിങ്ങളുടെ വിവാഹ ജീവിതം നടന്നു, വിവാഹമോചനം നടന്നില്ല? 6 മാസത്തെ വിവാഹമോചനം നടക്കാൻ താങ്കൾ തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? And this Bruce and Carol asked her, okay, you have already completed 6 months of your married life, then why are you waiting? You can immediately get divorced if you are not feeling it good. അപ്പൊ പറഞ്ഞു, ഞാന് ഇവനെ വിവാഹമോചനം ചെയ്യും, പക്ഷേ ഞാൻ പോകുന്നതിനകം ഇവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് പോകണം, അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. Okay, definitely I will get divorced with him, but before I am getting divorced, I will teach him a good lesson. അവന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു പാഠം ഇവനെ പഠിപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. I will teach him such a lesson that he never forgets all the days of his life. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. That is why I am waiting. ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴേ വിവാഹമോചനം നടന്നു, ഇനി ലീഗലായിട്ട് ഈ കാര്യത്തിന് തുടങ്ങുന്നതിന് തടസ്സം ഈ ഒരു ചിന്ത മാത്രമാണ്. I have already divorced him long back from the bottom of my heart, but what keeps me from getting it legally done is this thing that I want to teach him a lesson. അപ്പൊ ഈ ദമ്പതികള് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. And then this Bruce and Carol told her one thing. ആട്ടെ, ഇവന് ജീവിതകാലം മുഴുവൻ ഒരു വേദന നൽകണം, അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? Okay, what is your intention, that you should give him a pain which remains in him all the days of his life? അവനില്ലാത്തപ്പോ അവന്റെ ബാങ്കിലെ മുഴുവൻ പൈസയും പിൻവലിച്ചോണ്ട് പോയാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നാടല്ലേ, അവൻ പിന്നെ പൈസ ഉണ്ടാക്കും, കുറച്ച് കഴിയുമ്പോൾ അവൻ ഇത് മറന്നുപോകും. If I think like that, I take all the money from him and I run away, but after some days he will make money again. അവൻ മറന്നുപോകും. അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഓർപ്പിക്കാൻ വിഷമിപ്പിക്കാൻ തക്ക ഒരു കാര്യം അതല്ല. But I want him to remember something which remains in his life all the days of his life. അപ്പൊ അവള് സമ്മതിച്ചു, അത് ശരിയാ, അപ്പൊ പിന്നെ വേറെ എന്തോ നമ്മളിപ്പോ ചെയ്യുന്നത്? And then they thought, yeah, then what shall we do to him? അപ്പൊ ഈ ദമ്പതികൾ പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്യും, അവനെ ജീവിതകാലം മുഴുവൻ വിഷമിപ്പിക്കാൻ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു തരാം. And this Bruce and Carol told, we will give you an idea which keeps him remember all the days of his life. അടുത്ത 3 മാസം ഇവൻ പറയുന്നതെല്ലാം അങ്ങ് കേട്ടേക്ക്.
For the next 3 months, patiently listen to whatever your husband is telling you. അവൻ ആവശ്യപ്പെടുന്നതെല്ലാം അങ്ങ് ചെയ്തു കൊടുത്തേക്കുക. And whatever he's asking, just do it to him. അവനോട് വളരെ സ്നേഹത്തോടെ അങ്ങ് പെരുമാറിയേക്കുക. And just pretend that you are loving him so much. ഇതൊരു അഭിനയമാണെന്ന് നമുക്കറിയാം. നമ്മൾ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഇങ്ങനെ ഒരു 3 മാസം അഭിനയിക്കണമെന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. We know that this is just an acting, but we want to fulfill some purpose. So just do it for 3 months at any cost. അപ്പൊ ഇവനെ സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ 3 മാസം കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിവാഹമോചനം നടത്തണം. അപ്പോ അയ്യോ ഇത്രയും നല്ലൊരു ഭാര്യ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വേദനയിൽ അവൻ ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചിരിക്കും. So when you are loving him for continuously 3 months and obeying him in everything, and so after 3 months you immediately give him a divorce, so he may think, so I'm going to lose a wonderful wife. അപ്പൊ സ്ത്രീ പറഞ്ഞു അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. So this wife told, yeah, that's a good idea. അവള് 3 മാസത്തേക്ക് ആ നിലയിൽ പെരുമാറാനായിട്ട് തീരുമാനിച്ചു. So this wife started to behave in that way for the next 3 months. ഭർത്താവ് പറയുന്നതെല്ലാം കേൾക്കും. She started listening everything the husband told. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വെച്ചു കൊടുക്കും. She started preparing whatever he likes. കുത്തുവാക്കുകളൊന്നും പറയുന്നില്ല. She did not tell anything to make him feel bad. 3 മാസത്തേക്ക് ഈ അഭിനയം മതിയല്ലോ. അതുകൊണ്ട് അവള് സന്ദർഭത്തിനൊത്ത് ആ നിലയിൽ വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. While doing all these things, she had in the back of her mind that I have to do this only for the 3 months. 3 മാസം കഴിഞ്ഞപ്പോൾ ഈ ദമ്പതികൾ വീണ്ടും ഇവിടെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. After 3 months, this Bruce and Carol again went to take an interview about her. അപ്പൊ എങ്ങനെയാ നമ്മളപ്പോ വിവാഹമോചനത്തിന് കേസ് കൊടുക്കുകയല്ലേ? So how is the things now? Shall we give a petition for divorce? വിവാഹമോചനം ചെയ്യാനോ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് തന്നെ ഞാൻ ചിന്തിക്കുന്നില്ല. What to give divorce? I am not thinking of that now. ഞങ്ങളിപ്പോൾ തമ്മിൽ ഏറ്റവും വലിയ സ്നേഹത്തിലാണ്. We are loving each other like anything now. അതന്നെ അങ്ങനെ സംഭവിച്ചത്. What happened now in your midst? Why this happened? അതായത് ഞാൻ അവനോട് സ്നേഹത്തോടെ പെരുമാറിയപ്പോൾ അവന് അതിനേക്കാൾ കവിഞ്ഞ സ്നേഹത്തോടാണ് എന്നോട് പെരുമാറുന്നത്. നല്ല ഭർത്താവിനെ വിട്ടിട്ട് ഞാൻ എവിടെ പോകും? When I started behaving very good to him, then he started behaving me also in a very good way. So how can I leave my husband? പ്രിയപ്പെട്ടവരെ, നന്മയാൽ തിന്മയെ ജയിക്കുക. Beloved, win evil by doing good. കുടുംബജീവിതത്തിൽ ഇത് പ്രത്യേകിച്ചും ദൈവസഭയിൽ വരാത്ത ഒരു ജീവിത പങ്കാളിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതാണ് വേണ്ടത്. It is the best way to win an unconverted person if you are having a person who does not know the Lord. നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഏത് കഠിന ഹൃദയവും കുറച്ച് കഴിയുമ്പോൾ മാറ്റം വരും. According to the level of things which you gives to other person, after time passes, whatever he is, how hard his heart is, you will get it back. ദൈവം പ്രവർത്തിക്കും. Definitely the God will work in a midst. അങ്ങനെയുള്ള ജീവിത പങ്കാളിക്ക് പത്രോസ് നൽകുന്ന പത്രോസിലും 1 കൊരിന്ത്യർ 7 നമ്മൾ കണ്ട ആ വാഗ്ദത്ത വചനമായിട്ട് അവയെ മുറുകെ പിടിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. This is the promise which Peter gives in his letter and also which we saw in 1 Corinthians. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Let us stand in the presence of the Lord. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് രാവിലെ Heavenly Father, കുടുംബജീവിതത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. We were listening about family life. നമ്മൾ എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തെ കുറിച്ച് നമ്മുടെ ഓരോ കോൺഫറൻസിലും നമ്മൾ സംസാരിക്കുന്നത്? Why are we speaking continuously about the family life in each conference? നമ്മൾ പറയുന്ന വലിയ നിലവാരങ്ങളൊക്കെ പ്രായോഗികമാക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബജീവിതങ്ങളിലാണ്. It is a family life where the real thing happens. Whatever the things which we hear in the church. ഇവിടെ കുടുംബജീവിതങ്ങൾ പരാജയപ്പെട്ടു പോയതിനു ശേഷം നമ്മൾ ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ആളുകൾ അത് അംഗീകരിക്കില്ല. Even if we tell many good things, but if your life is broken, no one will accept our teaching. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സമാധാനമായ ഒരു കുടുംബജീവിതമാണ്. Beloved, what the Lord expects from us is a peaceful, happy married life. നമ്മുടെ ചുറ്റുപാടും തകർന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളെ നമുക്ക് കാണാം. There are many families around us which we see are so broken. അതിനിടയിൽ തകരാതെ ദൈവഹിത പ്രകാരം നമുക്ക് ഈ കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? In the midst of all that, how can we build up our family life? ഈ കാര്യത്തിനും റോമർ 8:29 നമുക്ക് ആധാരം. For this thing also our basis from the verse from Romans 8:29. യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി നമുക്ക് നിന്നാൽ അത് നമ്മുടെ കുടുംബജീവിതത്തിലും അത്ഭുതങ്ങൾ ഉണ്ടാകും. If we are pressing on to conform to the divine nature of Lord Jesus Christ, then it will be a blessing in our family life. യേശുവിന്റെ സ്വഭാവം ഏത് നിലയിലുള്ളതാണ്? What is the attitude of Jesus? നമ്മൾ അതിനെ ഒരു പ്രത്യേക തലത്തിൽ ചിന്തിച്ചു. അവന് കണക്കറിഞ്ഞുകൂടാ. We saw it in a different level. He did not know how to live a calculated life. അവനൊരു വലിയ മറവിക്കാരനായിരുന്നു. He was a person who forgets things very fast.
അവൻ അംഗീകരിക്കുന്നവനായിരുന്നു. He was a person who accepted everything from the Lord. അവന് തിരിച്ചടിക്കാൻ അറിഞ്ഞുകൂടാത്തവനായിരുന്നു. He was a person who did not know how to take revenge on others. പ്രിയപ്പെട്ടവരെ, ഈ ഗുണങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ? Beloved, can we bring all these qualities into our family life? പിതാവേ, നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്നൊരു അംഗീകാരം നമ്മുടെ ജീവിത പങ്കാളിയെ നോക്കി, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമുക്ക് പറയാൻ കഴിയുമോ? Can we say, looking at our husband or wife or to our children and say, Lord, these are the ones which you have given to me? അങ്ങനെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഒത്തിരി വ്യത്യാസമാണ്. If that is the case, then there will be a lot of changes in our family life. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മറക്കേണ്ട കാര്യങ്ങളെ നമ്മൾ മറക്കണം. Oh Lord, when we go forward in our family life, we want to forget things which we won't really forget. നമുക്കൊത്തിരി കണക്കും ചരിത്രവും അറിയാം എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം. The main problem is that we have a lot of calculations and we know a lot of history. യേശുവിന് കണക്കറിയില്ലായിരുന്നു, ചരിത്രം അറിയില്ലായിരുന്നു. Our Lord did not know calculations or history. നമുക്ക് യേശുവിനെ അനുഗമിക്കുന്നവരായിരിക്കും. Let us be followers of Lord Jesus Christ.